അമ്മ പറഞ്ഞു കർത്താവിൻ്റെ ദാസി. തിരിച്ചു വരുമ്പോൾ ഭർത്താവ് മരിക്കും. അമ്മ പറഞ്ഞു കർത്താവിൻ്റെ ദാസി. പിന്നെ ഈ അമ്മ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു മകന് വേണ്ടി. 30-ാമത്തെ വയസ്സിൽ ഈ മകൻ നാട് നന്നാക്കാൻ ഇറക്കും. നാട്ടുകാരെ മുഴുവൻ പറയും നിന്റെ മകന് ഭ്രാന്താണ്, വട്ടാണ്, പിച്ചാണ്. അമ്മ പറയും ഇതാ കർത്താവിൻ്റെ ദാസി. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അവനെ ഭ്രാന്തെന്ന് പറഞ്ഞ് മുദ്രകുത്തി അവരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് സഹോദരങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. 33-ാമത്തെ വയസ്സ് ഈ ഒരേ ഒരു മകന് വേണ്ടി ജീവിച്ച ഈ അമ്മയുടെ ജീവിതത്തിൽ ഈ മകൻ്റെ 33-ാമത്തെ വയസ്സിൽ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ പീലാത്തോസിന്റെ പടയാളികൾ കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കും. കണ്ടു നിൽക്കുന്ന അമ്മ എന്നാ പറയും? ഇതാ കർത്താവിൻ്റെ ദാസി. മകൻ കുരിശൻ ചുമന്നുകൊണ്ട് കാൽവരി മലയുടെ മുകളിലേക്ക് നടക്കുമ്പോൾ പിറകെ നടക്കുന്ന അമ്മ എന്തു പറയും? ഇതാ കർത്താവിൻ്റെ ദാസി. കുരിശെ കിടന്നിട്ട് ഈ മകൻ ഉന്നതങ്ങളിലിരിക്കുന്ന ദൈവത്തെ നോക്കി നിലവിളിക്കും, ദൈവമേ ദൈവമേ, ആകാശങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിക്കുമ്പോ താഴെ നിൽക്കുന്ന അമ്മ എന്തു പറയും? ഇതാ കർത്താവിൻ്റെ ദാസി. തീർന്നില്ലെന്നേ, മകന്റെ മൃതശരീരം എടുത്ത് മടിയിൽ വെച്ചിട്ട് ഈ അമ്മ പറയുന്നത് ഒറ്റ വാക്കുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞ വാക്കിന് വില വേണം. ഇത് വിശ്വസ്തത. എന്താണ്? എൻ്റെ കുടുംബത്തിൻ്റെ വാതിലും ജനലും പ്രാർത്ഥനയും ദൈവസാന്നിധ്യവുമാണ്. ഞാൻ കയറേണ്ടതും ഇറങ്ങേണ്ടതും ദൈവത്തോടു കൂടെയാ. ദൈവത്തിലൂടെ ഞാൻ കുടുംബത്തിലേക്ക് പ്രവേശിക്കണം, ദൈവത്തിലൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകണം. എൻ്റെ കുടുംബത്തിനുള്ളിലേക്ക് ജീവശ്വാസം കടന്നു വരേണ്ട, കാറ്റ് കടന്നു വരേണ്ടത് ദൈവത്തിലൂടെയാണ്. അപ്പോൾ ഒറ്റ വാക്കുള്ളൂ, പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ എപ്പോഴാണ് വീണു പോയതെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച്. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൃത്യം 7 മണിക്ക്, അതിനു മുമ്പ് എൻ്റെ വല്യപ്പനും വല്യമ്മയും ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഈ കൃത്യം 7 പള്ളിമണി അടിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ വല്യപ്പൻ വാവാതെ കുതിച്ച തമ്പുരാനെന്ന് പറഞ്ഞ് അങ്ങ് മുട്ടുകുത്തും. എല്ലാവരും വന്നോണം, ഇരുന്നോണം, പ്രാർത്ഥിച്ചോണം. പിന്നെ ഞങ്ങളോട് പറയും നിങ്ങൾ ഒച്ചത്തി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് മുമ്മാല സമയം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് അറിയില്ല, എന്താ സമയം എന്നറിയത്തില്ല. ഈ സായാഹ്ന സമയം, ഇരുട്ട് വീഴുന്ന സമയത്ത് ഞങ്ങളോട് വല്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഒച്ചത്തി പ്രാർത്ഥിച്ചോണം. ഈ സമയത്ത് ചെകുത്താൻ വന്ന് വീടിൻ്റെ കോണി വന്ന് നിൽക്കും. ഈ വീട്ടിലേക്ക് കയറാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒച്ച കേട്ടിട്ട് ചെകുത്താൻ ഓടും. ഞങ്ങളോട് പറഞ്ഞു തന്നേക്കേണ്ട കാര്യം അതൊക്കെ. ഇപ്പം എങ്ങനെ നമ്മുടെ വീട്ടിൽ പിന്നീട് ഹൈസ്കൂളിൻ്റെ സമയമായപ്പോഴത്തേക്കും ഈ കൃത്യം 7 മണിക്ക് അമ്മയുടെ പാട്ട് തുടങ്ങും. ഓർക്കണ്ട, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാട്ടാന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. സീരിയൽ അമ്മ തുടങ്ങണ സമയമായിരുന്നത്. ഓർക്കണണ്ട, സീരിയൽ അമ്മ കൃത്യം 7 മണിക്കായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റു പലതിലേക്കും പ്രാർത്ഥന നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സീരിയലിൻ്റെ സമയം അനുസരിച്ച് പ്രാർത്ഥനയെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനതാ ഇന്നലെ ചോദിച്ച്, വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പോകുമോ അതോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകുമോ? വെള്ളിയാഴ്ച ഈ തലേ ദിവസം കല്യാണത്തലേ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, കല്യാണത്തലേ എന്ന് പറയുന്നൊരു പരിപാടി വെക്കും. ശനിയാഴ്ച കല്യാണം, വെള്ളിയാഴ്ച കല്യാണത്തലേന്ന് വെക്കുമ്പോൾ നിങ്ങൾ നോൺ വെജ് ഫുഡ് കൊടുക്കുവോ വെജിറ്റബിൾ ഫുഡ് കൊടുക്കുവോ? പറ. വെള്ളിയാഴ്ച വെക്കുന്നവരുണ്ടെന്നേ. നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് സാക്ഷ്യത്തിനുള്ള ഒരു സമയമാണിത്. കല്യാണം വിളിക്കുന്ന എൻ്റെ കുർബാന കളഞ്ഞിട്ട് ഞാൻ വരത്തില്ല, കുർബാന കഴിയുമ്പം വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? പിന്നെ റോസിയുടെ മീശ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കമ്പി കാണാൻ പറ്റത്തില്ലേ? 3 വർഷം മുമ്പ് പറഞ്ഞ കാര്യം റോസിയുടെ മീശയെക്കുറിച്ച് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. മറക്കേണ്ടത് മറന്നു കളയണമേ, പൊറുക്കേണ്ടത് പൊറുത്ത് കളയണമേ. ഞാനിങ്ങനെ ഒരു മരിച്ചടക്കിന് സംഭവിച്ച സംഗതി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു സംഗതിയാണ്. ഞാനൊരു മരിച്ചടക്കിന് നിൽക്കണേ, ഒരു സ്ത്രീയുടെ മരണം, ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീ മരിച്ചതാണ്. ഇച്ചിരി ആളെക്കുറിച്ച് കുറച്ച് ദുഷ്പേരുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് വന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പം ഞാനിങ്ങനെ ഈ മരിച്ചടക്കിൻ്റെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മരിച്ചടക്കിൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ബഹളമുണ്ട്. എന്നാ അവിടെ പിടിയിടാ, ഇവിടെ പിടിയിടാ, അങ്ങോട്ട് പിടിയിടാ, ഇങ്ങോട്ട് മാറ്റടാ, അല്ലേ? കണ്ടിട്ടില്ലേ? അതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്ക് എനിക്ക് സാധാരണ തോന്നുന്നു ഇവന്മാരെ എല്ലാം പിടിച്ച് ആ കുഴിയിലോട്ട് വന്നിട്ട് മൂടാൻ തോന്നും. ഈ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണേ. ഇനി കുഴിയിലോട്ട് ഇങ്ങ് വെച്ച് കഴിഞ്ഞിട്ട്
മണ്ണിട്ട് മൂടാൻ പോകുന്ന ബോഡി 1 സെന്റിമീറ്റർ ചെരിഞ്ഞിരുന്ന നമുക്ക് പ്രശ്നം കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കാണിക്കണേ? 1 സെന്റി ഇങ്ങോട്ട് തിരിക്ക്, അങ്ങോട്ട് തിരിക്ക്. ഇത് മണ്ണിട്ട് മൂടാൻ പോലെ. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ തിരിഞ്ഞ് ഇച്ചിരി മട്ടം തെറ്റിയിരുന്നോർത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഈ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമാണ് ഈ ഒരു മരിച്ചടക്കിൻ്റെ ആ ഒരു സമയത്ത്. അപ്പം എനിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവന്മാരുടെ ഈ പരിപാടി കണ്ടിട്ട്. അതിന് സമയത്ത് ഒരുത്തൻ്റെ ഫോൺ താഴേക്ക് പോയി. ഈ കുനിഞ്ഞു നിന്ന് എടുത്ത ഫോൺ ഈ കുഴിയിലോട്ട് പോയി. അപ്പോൾ ഈ പഴയ ഭർത്താവ് വന്നിട്ടുണ്ട് മരിച്ചടക്കിന്. അപ്പം ഈ മനുഷ്യൻ്റെ ഒരു ഡയലോഗ്, സജിയെ ആ ഫോൺ എടുക്കണ്ട കേട്ടോ, അവൾക്ക് അവിടെ കിടന്ന് അങ്ങേരെ വിളിക്കാമല്ലോ. എവിടെ മരിച്ചു കഴിഞ്ഞാൽ പോലും പല സംഗതികളും നമ്മൾ മറക്കില്ല, ക്ഷമിക്കില്ല. സ്നേഹിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, മറക്കേണ്ടത് മറക്കുകയും ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പരസ്പര വിശ്വാസവും വിശ്വസ്തതയാണ് അടിത്തറ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, സംശയിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ എന്ത് പ്രശ്നമാണ്, എന്ത് ബുദ്ധിമുട്ടല്ലേ? തൊട്ടതിന് പിടിച്ചതിനൊക്കെ സംശയമാണെങ്കിൽ എന്തൊരു പ്രശ്നമാണ് ജീവിതം. അപ്പം വിശ്വാസം ഇല്ലാണ്ട് നമുക്ക് ജീവിതത്തെ, ഈ വിശ്വാസവും വിശ്വസ്തയും തമ്മിലുള്ള വ്യത്യാസം എന്നാ? പരസ്പര വിശ്വാസവും വിശ്വസ്തതയും എന്ന് ഞാൻ പറയുന്നു. എന്താണ് ഇതുമുള്ള വ്യത്യാസം? എന്താ വിശ്വാസം വിശ്വസ്തത ഇതുമുള്ള വ്യത്യാസം എന്നാ? പറ. അറിയാവുന്നതല്ല, നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്നവരല്ല. അപ്പം അതൊന്ന് പറഞ്ഞു തന്നെ, എനിക്കൊന്ന് പറഞ്ഞു തന്നെ. എനിക്ക് കുടുംബമൊന്നുമില്ല, ഞാൻ ഒറ്റയാനായിട്ട് ജീവിക്കാം. തമ്പുരാൻ്റെ കൂടെ, തമ്പുരാനാ എൻ്റെ കുടുംബം, സഭയായ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം, എൻ്റെ ഇടവക എൻ്റെ കുടുംബം. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ, എന്താണ് ഈ വിശ്വാസവും വിശ്വസ്തയും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും ഒന്നാണോ? അല്ല, ഇത് രണ്ടും രണ്ടാ. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു വചനഭാഗം ഞാൻ പറയാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് എന്താണ് വിശ്വാസം വിശ്വസ്തത എന്ന്. ദാനിയേലിൻ്റെ പുസ്തകം 3:17-18 വാക്യങ്ങൾ. അതായത് അങ്ങനെയാണ്. 3 ചെറുപ്പക്കാർ ആരൊക്കെയാണ്? 3 ചെറുപ്പക്കാരുടെ പേര് ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ. മക്കൾക്ക് ഇടാൻ പറ്റിയ പേരാണ് അല്ലേ? ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ. ഇന്നത്തെ പിള്ളേരുടെ പേര് അനീഷ്, വിനീഷ്, ഫിനീഷ്. 3 ഉള്ളൂ. 4ാമത്തെ ഫിനിഷ് ചെയ്ത് തീർത്ത്. ഇങ്ങനെയൊക്കെ നമ്മുടെ പിള്ളേർക്ക് പേരിടണേ. അപ്പം അതുകൊണ്ട് നമുക്ക് മക്കളിടാൻ പറ്റില്ല. ഷദ്രാക്ക്. ബൈബിളിലൊക്കെ എത്ര നല്ല പേരുകളുണ്ട് ഇപ്പോൾ അല്ല? നമ്മൾ ബൈബിൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കിടാൻ എത്ര നല്ല പേരുകളുണ്ട്. അപ്പം 3 ചെറുപ്പക്കാരോ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ. ഞാനിങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകത്തില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചിടുവാണേ. അതുകൊണ്ട് 3 ചെറുപ്പക്കാർ അവർ തീച്ചുളയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്താ കാരണം? 3 ചെറുപ്പക്കാരെ തീച്ചുളയുടെ മുമ്പിൽ കൊണ്ട് നിർത്താൻ കാരണം എന്താ? നബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഞാൻ നിർമ്മിച്ച പ്രതിമയെ നിങ്ങൾ ധൂപിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ദൈവമായിട്ട് അതിനെ കണക്കാക്കണം, അല്ലാത്തവരെല്ലാം തീച്ചുളയിൽ എറിയും. 3 ചെറുപ്പക്കാർ ഇത് സമ്മതിച്ചില്ല. അവരെ തീച്ചുളയിൽ എറിയാൻ കൊണ്ട് ഈ തീച്ചുളയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. രാജാവ് വന്നു. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. അവർ രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അവരോട് രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വാക്കിനെ അനുസരിക്കണില്ല? അവർ പറഞ്ഞു, അതാണ് ആ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. രാജാവേ പറയുന്നതിനാണ്. രാജാവേ, കണ്ണ് കാണത്തില്ലല്ലോ ദൈവമേ, കുഞ്ഞു അക്ഷരമായതുകൊണ്ട്. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ഇതെന്താണ്? വിശ്വാസം. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ഇതെന്താണ്? വിശ്വാസം. 18-ാം വാക്യം. എന്നാൽ ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ല എങ്കിൽ പോലും നിന്റെ ദൈവത്തെയോ നീ നിർമ്മിച്ച ഈ പ്രതിമയോ ഞങ്ങൾ ആരാധിക്കില്ല. ഇതെന്താണ്? വിശ്വസ്തത. ഞങ്ങൾ നിന്റെ ദൈവത്തെ ഞങ്ങളെ ദൈവം രക്ഷിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസം. ഇനി അവൻ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും
നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കില്ല. ഇത് വിശ്വസ്തത. വിശ്വസ്തയുടെ ഏറ്റവും നല്ല ഉദാഹരണം ആരാന്നറിയാവോ? പരിശുദ്ധ അമ്മയാ. വിശ്വസ്തയുടെ ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ അമ്മയാ. പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്ന ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. എന്താ പറയണേ? 14 വയസ്സുകാരി അല്ലെങ്കിൽ ഒരു 15-16 വയസ്സുള്ള ഒരു പെൺകൊച്ച് ദൈവത്തോട് പറയുന്ന ഒരൊറ്റ വാക്യം എന്താ പറയുന്നേ? ഇതാ കർത്താവിൻ്റെ ദാസി. ഇനി അവളുടെ ജീവിതം ഒന്ന് എടുത്ത് നോക്കിക്കേ. അവളുടെ ജീവിതത്തോട് ഒന്ന് പുറകെ നടന്നേ. അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ? ഞാനൊന്ന് ചോദിക്കട്ടെ, യൂസേപ്പ് പിതാവ് എങ്ങനെയാണ് അറിഞ്ഞത് ഈ പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന്? എങ്ങനെ അറിഞ്ഞേ? യൂസേപ്പ് പിതാവ് എങ്ങനെ അറിഞ്ഞു പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന്? വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ ആണോ? മാതാവ് യൂസേപ്പ് പിതാവിന് മെസ്സേജ് ഇട്ടോ, ചേട്ടാ ഞാൻ ഗർഭിണിയാണ് കേട്ടോ, മെസ്സേജ് ഇട്ടതാണോ? അല്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? മാലാഖ എന്ന് പറഞ്ഞോ? മാലാഖ അല്ല പറഞ്ഞേ. മാലാഖ എപ്പോഴാ ചെല്ലണമെന്നറിയാമോ? ഇവളെ ഉപേക്ഷിക്കാൻ തയ്യാറായി തീരുമാനമെടുത്തിട്ട് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാലാഖ ചെല്ലണേ. തീരുമാനമെടുത്ത ശേഷം. അപ്പൊ യൂസേപ്പ് പിതാവ് എങ്ങനെ അറിഞ്ഞു? തിരിച്ചു പോവാം. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന ശേഷം പരിശുദ്ധ അമ്മയോട് പറയുന്നു, നിന്റെ ഇളയമയായ എലീശുവ ഗർഭിണിയാണ്, അവർക്ക് 6-ാം മാസമാണ്. പരിശുദ്ധ അമ്മ ഈശോയെ കൺസീവ് ചെയ്യുന്ന, ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ച ശേഷം എവിടേക്ക് പോയി? എലീശു അമ്മയുടെ അടുക്കിലേക്ക് പോയി. എലീശു അമ്മ പ്രസവിക്കുന്നത് വരെ അമ്മ എവിടെയായിരുന്നു? 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു. 3-ാം മാസം പരിശുദ്ധ അമ്മ തിരിച്ചു വരുന്നു. ഗർഭത്തിൻ്റെ 3-ാം മാസത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അമ്മമാരോട് ഞാൻ പറഞ്ഞു തരണ. ഗർഭത്തിൻ്റെ 3-ാം മാസത്തിൻ്റെ അവസ്ഥ എന്താ? ഓക്കാനം, ഛർദി, മസാല ദോശ, പുളിമാങ്ങ, പുളി ഇഞ്ചി, ഇതൊക്കെയാ അല്ലേ? പരിശുദ്ധ അമ്മ സാധാരണ ഒരു പെണ്ണ് തന്നെ. ഒരു സാധാരണ പെണ്ണിന് ഗർഭത്തിന്റെ കാലത്തുണ്ടാകുന്ന അരിഷ്ടതകളും കഷ്ടതകളും ഒക്കെ പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. ഇവള് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർ പറഞ്ഞു, ഇളയമ്മയുടെ അടുത്ത് പോയിട്ട് പെണ്ണ് പണിയിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെവി അറിഞ്ഞു, 2 ചെവി അറിഞ്ഞു, നാടറിഞ്ഞു, കെട്ടാൻ പോണ ചെറുക്കനും അറിഞ്ഞു. അല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതല്ല, കമ്പി അടിച്ച് പറഞ്ഞൊന്നുമല്ല. നാട് മുഴുവൻ അറിഞ്ഞ് ഇവളെ പിഴച്ചു വിടുന്ന മുദ്ര കുത്തി കഴിയുമ്പോഴാണ് അറിയുന്നത്. യൂസേപ്പ് പിടികിട്ടിയോ? അതിനുശേഷം അപമാനത്തിൻ്റെ ഉള്ളിലൂടെ ഈ പെണ്ണ് കടന്നു പോണുണ്ട്. പരിശുദ്ധമ്മ പറഞ്ഞെന്താ? ഇതാ കർത്താവിൻ്റെ ദാസി. പ്രസവിക്കാൻ നല്ലൊരു ആശുപത്രി വേണ്ടേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൃത്തിയുള്ളൊരു ഇടം വേണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ വഴി പ്രസവിച്ചിടാൻ ഇഷ്ടമുണ്ടാ? പരിശുദ്ധ അമ്മ പശുവിൻ്റെ ചാണകവും മൂത്രവും നിറഞ്ഞ ഒരു കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. പരിശുദ്ധ അമ്മ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി. 3 മാസം പ്രസവരക്ഷ ചെയ്യണ്ടേ? വേണ്ടേ? 3-ാം ദിവസം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുത്ത രാജ്യത്തേക്ക് ഓടും. ഇസ്രായേൽ ജനം ഈ 2 രാജ്യങ്ങൾ തമ്മിൽ സഞ്ചരിക്കാൻ ഇസ്രായേലിൽ നമ്മുടെ എത്ര നാളെടുത്തു എന്നറിയാമോ? ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരാൻ എത്ര നാളെടുത്തു? 40 വർഷം. 40 വർഷം ഇസ്രായേൽ ജനത സഞ്ചരിച്ച ഈ പ്രദേശത്ത് ഈ ഒരു യാത്ര ഒരു 6 മാസം നിർത്താതെ ഓടിയിട്ടുണ്ടാവില്ലേ? പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പരദേശിയായിട്ട് മറ്റൊരു നാട്ടിൽ ജീവിതം. അമ്മ പറഞ്ഞു കർത്താവിൻ്റെ ദാസി. തിരിച്ചു വരുമ്പോൾ ഭർത്താവ് മരിക്കും. അമ്മ പറഞ്ഞു കർത്താവിൻ്റെ ദാസി. പിന്നെ ഈ അമ്മ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു മകന് വേണ്ടി. 30-ാമത്തെ വയസ്സിൽ ഈ മകൻ നാട് നന്നാക്കാൻ ഇറങ്ങും. നാട്ടുകാരെ മുഴുവൻ പറയും, നിന്റെ മകന് ഭ്രാന്താണ്, വട്ടാണ്, പിച്ചാണ്. അമ്മ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അവനെ ഭ്രാന്തെന്ന് പറഞ്ഞ് മുദ്രകുത്തി അവരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് സഹോദരങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. 33-ാമത്തെ വയസ്സ് ഈ ഒരേ ഒരു മകന് വേണ്ടി ജീവിച്ച ഈ അമ്മയുടെ ജീവിതത്തിൽ ഈ മകൻ്റെ 33-ാമത്തെ വയസ്സിൽ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ പീലാത്തോസിന്റെ പടയാളികൾ കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കും. കണ്ടു നിൽക്കുന്ന അമ്മ എന്നാ പറയും? ഇതാ കർത്താവിൻ്റെ ദാസി. മകൻ കുരിശൻ ചുമന്നുകൊണ്ട് കാൽവരി മലയുടെ മുകളിലേക്ക് നടക്കുമ്പോൾ പിറകെ നടക്കുന്ന അമ്മ എന്തു പറയും? ഇതാ കർത്താവിൻ്റെ ദാസി.
കുരിശെ കിടന്നിട്ട് ഈ മകൻ ഉന്നതങ്ങളിലിരിക്കുന്ന ദൈവത്തെ നോക്കി നിലവിളിക്കും, ദൈവമേ, ദൈവമേ, ആകാശങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിക്കുമ്പോ താഴെ നിൽക്കുന്ന അമ്മ എന്തു പറയും? ഇതാ കർത്താവിൻ്റെ ദാസി. തീർന്നില്ലെന്നേ. മകന്റെ മൃതശരീരം എടുത്ത് മടിയിൽ വെച്ചിട്ട് ഈ അമ്മ പറയുന്നത് ഒറ്റ വാക്യുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞ വാക്കിന് വില വേണം. ഇത് വിശ്വസ്തത. പറഞ്ഞ വാക്കിന് വില വേണം. പരിശുദ്ധ അമ്മയാ വിശ്വസ്തയുടെ ഏറ്റവും ആൾരൂപം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെയാ. അന്ന് കല്യാണത്തിൻ്റെ അന്ന് ഈ ഒരു ബൈബിളെ തൊട്ടിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നം വന്നാലും, സങ്കടം വന്നാലും, ദുഃഖം വന്നാലും, വേദന വന്നാലും, ഇന്നു മുതൽ മരണം വരെ, മകരം വരെ അല്ലാട്ടാ, ഇന്നു മുതൽ മരണം വരെ, സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചു കൊള്ളാമെന്ന് അവൻ്റെ നെഞ്ചിൽ തൊട്ടിട്ടാ പറഞ്ഞത് അല്ലേ? പാലിക്കുന്നുണ്ടാ? ഇത് വിശ്വസ്തത. ഈ പറഞ്ഞ വാക്കിന് വിലയുണ്ടാകുന്ന വിശ്വസ്തത. ചില മനുഷ്യരുടെയൊക്കെ ഒരു ജീവിതത്തിൽ ചില സംഗതികളൊക്കെ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ. ചില മനുഷ്യരുടെയൊക്കെ വിശ്വാസം. നിങ്ങൾക്കൊരു ഇന്നോണ്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ 100 ഇരട്ടി ദൈവം നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അറിയാവോ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ 100 ഇരട്ടി ദൈവം നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവനോടുള്ള വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? വേണ്ടേ? ഞാനിങ്ങനെ ഈ അടൂര് ധ്യാനം നടക്കണേ. അടൂര് പള്ളിയിൽ ഇങ്ങനെ ധ്യാനം നടക്കാം. അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിൻ്റെ ഇങ്ങനെ ഭയങ്കര സ്പിരിറ്റിൽ നിന്നിങ്ങനെ സംസാരിക്കുക. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. പെട്ടെന്ന് എൻ്റെ ആ ഫ്ലോ അങ്ങ് പോയി. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരാളൊരു ഡിസ്റ്റർബൻസ് നടത്തും. നമ്മളിപ്പോൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ കീനായിട്ട് ഇങ്ങനെ വളരെ സാഹൂത എന്നെ ഇങ്ങനെ നോക്കി ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഒരാൾ ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആ ഫ്ലോ അങ്ങ് പോകും. അപ്പോൾ ഈ പുറകിൽ പെട്ടെന്ന് ഭയങ്കര ഒച്ചപ്പാടും വെള്ളം ഇങ്ങോട്ട് പെട്ടെന്ന് എനിക്കങ്ങ് ആ സ്റ്റക്കായി. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് നിർത്തി. ഞാൻ ഇൻ്റർവെൽ കൊടുത്തു. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ സംഗീതത്തിൽ പോയിരിക്കുക. അപ്പോൾ ഇനി ആ ഇതിലോട്ട് വരണമല്ലോ. അപ്പോൾ സംഗീതത്തിൽ പോയിരുന്നു ഞാനിങ്ങനെ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംഗീതത്തിലെ ടാപ്പിൻ്റെ അവിടെ ഒരു ചേച്ചി കൈ കഴുകാൻ വന്നു. കയ്യിൽ മുറിച്ച് ഇങ്ങനെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാനത് പള്ളിക്ക് അത് കത്തിക്കുത്ത വല്ലതും നടന്നോ? ഈ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇതെന്താ പറ്റിയേ? അപ്പോൾ പറഞ്ഞു, അച്ഛാ മോൻ കടിച്ചതാ. അയ്യോ, മോൻ കൈ ഇങ്ങനെ കടിച്ച് പറിച്ചു വെച്ചേക്കാ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ സംഭവം എന്താ? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ മോന് ഓട്ടിസം ഉള്ള കൊച്ചാ. ചില സമയത്ത് ഇങ്ങനെ വയലൻ്റ് ആവും. അപ്പം നമ്മളെ ഉപദ്രവിക്കും, ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ ഇങ്ങനെ അള്ളിപ്പറിച്ചിങ്ങെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വെറുതെ ജസ്റ്റ് പെട്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, 2 മക്കൾക്ക് ഓട്ടിസമാണ്. അപ്പോൾ ഈ ചേച്ചി പിള്ളേർക്ക് വയ്യാണ്ടാന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഈ ചേച്ചി അവിടെ ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് നിന്നിട്ട് തുണിയൊക്കെ എടുത്ത് കൊടുക്കുന്ന സെയിൽസ് ഗേളായിട്ട് നിന്നിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എണീറ്റ് ഈ പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവരെ 2 റൂമിൻ്റെ അകത്തിട്ട് പൂട്ടിയിട്ട് പോകും. അല്ലെങ്കിൽ ഇതുങ്ങൾ കടിച്ചു പറിച്ച് പ്രശ്നം ഉണ്ടാക്കും, ആക്രമിക്കാൻ അങ്ങോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2 റൂമിൻ്റെ അകത്തിട്ട് പൂട്ടിയിട്ട് പോകും. തിരിച്ചു വരുമ്പോഴത്തേക്കും അത് മുഴുവൻ ഈ റൂം മുഴുവൻ വൃത്തികേടാക്കും, മലമൂത്ര വിസർജനം ഒക്കെ നടത്തി ആകെ മൊത്തം വഷളായിട്ട് കിടക്കും. ഈ ചേച്ചി ഇവരെ കുളിപ്പിച്ച് അതിൻ്റെ അകത്ത് കിടന്ന് ഇവർ കിടന്ന് ഉരുളും. ഇപ്പോൾ ഈ ചേച്ചി വന്നിട്ട് ഏറ്റവും ആദ്യം ഈ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവർക്ക് ഓരോരുത്തർക്ക് ഭക്ഷണം കൊടുത്ത് വീണ്ടും കൊണ്ട് കിടത്തി. ഇതാണ് ഈ ചേച്ചിയുടെ ജീവിതം. അത്രയും സഹിച്ച് ജീവിക്കുക. അപ്പം ഞാൻ ഇതിങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഈ പിള്ളേരെ ഏൽപ്പിക്കാൻ പാടില്ലേ? ആ ചേച്ചി എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, അച്ഛാ ദൈവം ഈ പിള്ളേരെ എൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ ദൈവത്തിനൊരു വിശ്വാസമില്ലേ ഈ പിള്ളേരെ ഞാൻ നോക്കുന്ന? അതുകൊണ്ടല്ലേ ദൈവം ഈ കുഞ്ഞുങ്ങളെ എൻ്റെ കയ്യിലോട്ട് തന്നേ. ഞാനിവരെ കൊണ്ട് വല്ലയിടത്തും വിട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ഞാൻ കണക്ക് കൊടുക്കണ്ടേ? ആ ചേച്ചി എവിടാ, ഞാൻ എവിടാ? ചില മനുഷ്യരുടെ വിശ്വാസം വിശ്വസ്തയുണ്ടോ നമ്മളങ്ങ് തകർത്ത് കളയും.
ദൈവത്തോടും പ്രിയപ്പെട്ടവരോടും വിശ്വസ്തരായിരുന്നു കൊള്ളണം. ദൗർഭാഗ്യവശാൽ ഞങ്ങളിന്ന് പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഒരു വിശ്വസ്തതയുടെ തലം എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വിശ്വാസവും വിശ്വസ്തതയും തകർന്നാൽ ഓർത്തുകൊള്ളണം, കുടുംബത്തിൻ്റെ അടിത്തറ ഇളകി. ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്മാരും പെണ്ണുങ്ങളോട് പറഞ്ഞ നാലാമതൊരാളെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവേശിപ്പിക്കരുത്. വീട്ടിലേക്കല്ല, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചേക്കരുത്. സുഹൃത്താവാം, ഉപദേശകരാവാം, ബന്ധുക്കളാവാം, സ്വന്തക്കാരാവാം, പ്രവേശിപ്പിക്കരുത്. നീയും നിന്റെ ഭാര്യയല്ലേ ഭർത്താവും ദൈവവും മാത്രമായിരിക്കണം നിന്റെ കുടുംബത്തിൻ്റെ അടിത്തറ. പിടികിട്ടിയോ? ഇത് തകർന്ന, പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും തകർന്നാൽ കുടുംബം തകരും. ഒരു സംശയം വേണ്ട. അപ്പൊ അടിത്തറ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതിന് ഒരു മാറ്റവും വരാതെ നോക്കിക്കൊള്ളാം. ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോൺ വന്നതിൽ പിന്നെ എത്ര കുടുംബങ്ങളിലെ ഈ പ്രശ്നം എന്നറിയാമോ? ഓടിക്കൊണ്ടുവരും, നമ്മുടെ അടുക്ക് കൊണ്ടുവരും. എന്താ ചെയ്യുക? എന്താ കഥ? നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മളിങ്ങനെ മീഡിയക്ക് കാണുന്നുണ്ട്. മക്കളെ ഇട്ടിട്ട് പോണു, വെട്ടിക്കൊല്ലുന്നു. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ നിങ്ങൾ തകർത്ത് കളയരുത്. ആരും ആയിക്കൊള്ളട്ടെ, ഈ ഒരു കാര്യത്തിന് ഒരു കാരണവശാലും മാറ്റം സംഭവിക്കരുത്. ഇത് മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൻ്റെ അടിത്തറ ഈ സംഗതിയാണ്. അത് മറന്നേക്കരുതേ. രണ്ടാമത്, നമ്മൾ വീടിൻ്റെ അടിത്തറയിട്ടു, വിശ്വാസവും വിശ്വസ്തതയും കൊണ്ട് വീടിന് അടിത്തറയിട്ടു. ഇനി ചുവരുകൾ ഉണ്ടാക്കണം. എന്താണ് വീടിൻ്റെ ചുവര്? നമ്മുടെ വീടിൻ്റെ അല്ല, വീടിൻ്റെ ചുവര് ഇഷ്ടികയും ഇതൊക്കെയാണ്. എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ചുവര്? ഞാനൊരു വീടിൻ്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരച്ചു വെക്കുകയാണ് കേട്ടോ. എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ചുവരുകൾ? എന്തായിരിക്കും? സ്നേഹമാണ്. ഈ ചുവര്, നമ്മുടെ വീടിന് എന്തിനാ ചുവരെന്തിനാ? സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി. നമ്മളെ പുറത്തുള്ളതിനെ ഒന്നും അകത്തേക്ക് പ്രവേശിക്കാതെയും അകത്തുള്ളത് നഷ്ടപ്പെടുത്താതെയും നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നത് ചുവരുകളാണ്, അല്ലേ? നമ്മളെ സംരക്ഷിച്ചു നിർത്തുക. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും സംരക്ഷിച്ചു നിർത്തേണ്ടത് ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മക്കളെ മാതാപിതാക്കളും സംരക്ഷിച്ചു നിർത്തേണ്ടത് സ്നേഹം കൊണ്ടാണ്. മറന്നു പോകരുത്. അപ്പം ഞാൻ ഇതൊരു ചോദ്യം, എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? 4 കാര്യങ്ങൾ. സമയമില്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെല്ലാം ഇങ്ങനെ കന്തം വിട്ട് കുന്തം വഴുകി ഇങ്ങനെ എന്നെ നോക്കി അച്ഛൻ തന്നെ പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ പറയുക, 4 കാര്യങ്ങൾ. സ്നേഹത്തിൻ്റെ 4 കാര്യങ്ങളാണ് സ്നേഹം എന്ന് പറയാൻ പോകുന്നത്. 4ഉം മറക്കരുത്. ഒന്നാമത്തത്, കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നതാണ് സ്നേഹം. കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നതാണ് സ്നേഹം. ഓരോ മനുഷ്യനും ഓരോ മഹത്വമുണ്ട്, അല്ലേ? ആ മഹത്വത്തെ അവർക്ക് കൊടുക്കുന്നതാണ് സ്നേഹം. ഒന്നാമത്തെ കാര്യം ഇതാ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനൊരു കൊച്ചു സംഭവം പറയാം. ഞാൻ എല്ലാ വർഷവും വീട് വെഞ്ചരിക്കും. നോമ്പ് കാലത്ത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളൊന്ന് വീട് വെഞ്ചരിപ്പാണ്. എല്ലാ നോമ്പ് കാലത്തും ഞാൻ എൻ്റെ ഇടവകയിലെല്ലാം വീടുകളിലും സാധാരണ പോകാറുണ്ട്, വെഞ്ചരിക്കാറുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ പൈസ് മൗണ്ട് ഇടവകയിലാണ്. അപ്പോൾ അവിടെ വീട് വെഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും 12 വാർഡുണ്ട്. 12 ദിവസം കൊണ്ട് വീട് വെഞ്ചരിപ്പ് കഴിയും. അപ്പോൾ ഓരോ ദിവസവും രാവിലെ ഞാനൊരു കുർബാന കഴിഞ്ഞ് ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും. ഏതെങ്കിലും ഒരു വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യും. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ അടുത്ത് ആ ഒരു വട്ടത്തിൽ വീട് വെഞ്ചരിപ്പ് കഴിയും. അപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം അറേഞ്ച് ചെയ്യും, ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകണേ. അപ്പോൾ ഈ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഞാനിങ്ങനെ വീട് വെഞ്ചരിച്ചിട്ട്, ഒരു വാർഡ് വെഞ്ചരിച്ചിട്ട് ഞാനൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, 2 മക്കൾ. എൻ്റെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന 2 പിള്ളേരാണ്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ഭയങ്കര കൂട്ടാണ്. അവർ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിയാം. അപ്പം ചേച്ചി പറഞ്ഞു, അച്ഛൻ ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന്. പക്ഷേ നമ്മൾ വേണ്ട, നമ്മൾ ഒന്നിച്ച് ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടുവച്ചോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാമല്ലോ. ഈ വിളമ്പി തന്നാൽ ഇച്ചിരിച്ചൊക്കെയല്ലേ വിളമ്പി തരുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടംപോലെ എടുത്ത് കഴിക്കാമല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു, എല്ലാം ഇവിടെ കൊണ്ടുവച്ചേര്, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. എന്നിട്ട് ചേച്ചിനെ വിളിച്ച് ഇങ്ങനെ ഭക്ഷണത്തിനിരുത്തി.
എൻ്റെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും പ്രസംഗത്തിൻ്റെ ഉള്ളിലൂടെ ഇപ്പം എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കപ്പ, ചൂരമീൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമില്ലാത്ത വെണ്ടയ്ക്ക എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻ പീസ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ സംഗതിയിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം പ്രസംഗത്തിൽ പറയുന്നതുകൊണ്ട് ഇവർക്കറിയാം എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം ഈ വാഴയ്ക്കാത്തോരൻ, ഈ ഏത്തവാഴയ്ക്കയുടെ പച്ച വാഴയ്ക്കയില്ലേ, അതിങ്ങനെ തോരൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ്. അതിൻ്റെ അതിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവർ ഈ വാഴയ്ക്കത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ ഒരു ക്വാർട്ടർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വെച്ചേക്കാണ്. കറികളെല്ലാം ചോറ് പാത്രത്തിൽ, കറികളെല്ലാം വേറെ പാത്രത്തിൽ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് കളിച്ച് മേളിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം ഈ വാഴയ്ക്കത്തോരൻ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആരെ പിടിച്ച് താഴോട്ട് വലിക്കണം, ഇങ്ങനെ എടുത്ത് പൊക്കാൻ നോക്കി, ആരെ പിടിച്ച് താഴോട്ട് വലിക്കണ പോലെ ഒരു ബലം എനിക്ക് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് കുനിഞ്ഞു നോക്കി, ഇതെന്താ സംഭവം എന്ന് നോക്കിയപ്പം ഒരു മുടിനാരി ഇങ്ങനെ ഇത് പിടിച്ച് താഴോട്ട് വലിക്കുക. ഒരു മുടിനാരി ഇതിൻ്റെ അകത്ത് എന്നെ മുടി കിട്ടി. പെട്ടെന്ന് ആ രംഗം അങ്ങ് മാറി. അയ്യോ, വികാരിച്ചൻ്റെ കറിക്കകത്ത് മുടി വന്നു. അയ്യോ, എന്തോ വലിയൊരു വല്ലായ്മ പോലെയായി. ഞാൻ ഇതൊക്കെ നൈസ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനത് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് മാറി ഇച്ചിരി കറിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭർത്താവ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു ഭാര്യയോട്. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതല്ലായിരുന്നോ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യണേ? ബാക്കിയുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറണേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട്. പാവം ചേച്ചി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പാത്രമൊക്കെ എടുത്തോണ്ട് പുള്ളിക്കാരത്തി പെട്ടെന്ന് കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കരച്ചിൽ കണ്ണൊക്കെ നിറഞ്ഞു, എൻ്റെ മുമ്പിൽ നിന്ന് കരയുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പുള്ളിക്കാരത്തി പാത്രമൊക്കെ എടുത്ത് പെട്ടെന്ന് കിച്ചണിലോട്ട് പോയി. ഞാൻ പറഞ്ഞു, ചേട്ടാ സാരമില്ല പോട്ടെ, എനിക്കിതൊക്കെ ശീലമുള്ളതാണ്. കാരണം എനിക്ക് 2-3 പെങ്ങന്മാരുണ്ട്. മുടി കിട്ടാത്ത ദിവസം ഉണ്ടെങ്കിൽ അതാണ് ഭാഗ്യമുള്ള ദിവസം. ഞാൻ പറഞ്ഞു, വീട്ടിലെ പെങ്ങന്മാർക്കെല്ലാം ഇന്ദുലേഖ മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനം ഇതിങ്ങളുടെ എല്ലാം മുടി ഇലക്കട ഇങ്ങനെ പറന്ന് നടക്കുക. അതുകൊണ്ട് എനിക്കിതൊക്കെ ശീലമാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ പെട്ടെന്ന് ഇതൊന്നും പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങ് തണുക്കണില്ല. ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് റേസായിട്ട് നിൽക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി. കാരണം ഇനി അവിടെ നിന്നാ സംഗതി ഞാനിത് കാണാത്ത പലതും കാണും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ അങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എൻ്റെ അടുക്ക വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ സോറി കേട്ടോ. ഞാൻ പറഞ്ഞു, ചേച്ചി സാരില്ലെന്നേ, ഇതൊക്കെ സംഭവിക്കുന്ന സ്വാഭാവികം. മുടി കണ്ടെന്ന് ഓർത്തുകൊണ്ട് ലോകം ഇടിഞ്ഞു വീഴും, ലോകം അവസാനിക്കാൻ മുമ്പുള്ള ആരും അല്ലെങ്കിലും ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ മുടി അറച്ചുകൊണ്ടൊന്നും ഇടത്തില്ല. അറിയാതെ സംഭവിച്ചു, സാരില്ല പോട്ടെ. അപ്പം എന്നിട്ട് ആ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്കെൻ്റെ ഭർത്താവിനോട് വല്ലാത്ത വെറുപ്പ് തോന്നുക. എനിക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, എന്തേ? അപ്പം ചേച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കില്ലായിരുന്നോ? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കില്ല. ആ ഒരു പ്രശ്നത്തെ ഒന്ന് ഓവർകം ചെയ്യാൻ, ഒന്ന് അതിജീവിക്കാൻ എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സഹായിക്കില്ലായിരുന്നോ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പാർട്ണർ, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ വീഴാൻ തുടങ്ങിയാൽ, ധാർമ്മികമായിട്ടോ ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ജീവിതത്തിൽ വീഴാൻ തുടങ്ങിയ അയാളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ അപമാനിതയാക്കാതെ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. പിടികിട്ടിയോ? അവർക്ക് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. എൻ്റെ ഭാര്യയ്ക്കൊരു മഹത്വമുണ്ട്, അത് വേറെ ആരുടെ മഹത്വം? എൻ്റെ മഹത്വം തന്നെയാണ്. നിങ്ങൾ രണ്ടും, ഒരു ഭാര്യയും ഭർത്താവും രണ്ടും രണ്ടല്ല, ഒറ്റയാണ്, അല്ലേ? നിങ്ങൾ ഒന്നാണ്. എന്തിനാ ഈ ഭാര്യയെ അപമാനിക്കാൻ ഇട്ടുകൊടുക്കണേ? എന്തിനാ ഭർത്താവിനെ അപമാനിക്കാൻ ഇട്ടുകൊടുക്കണേ? ചേർത്ത് പിടിക്കണ്ടേ? ആ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാ സ്നേഹം. അല്ലാതെ ഐ ലവ് യു എന്ന് 100 നേരം പറയുന്ന അല്ലാട്ടോ സ്നേഹം. കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ചില ആൾക്കാരാണ്. അവക്ക് എന്നാ അറിയാന്നേ, ഈ അടുക്കള ഇരിക്കുന്നത് നിനക്ക് എന്നാ അറിയാതെ പറയാറില്ലേ? പറയരുത്. ആ കൊടുക്കണം, ഡിഗ്നിറ്റി കൊടുക്കണം. കാരണം അവളും ഞാനും ഒന്ന് തന്നെയാണ്. അങ്ങാരെ കൊണ്ട് എന്താ കഴിവുണ്ടെന്നേ പറയാറുണ്ടല്ലേ ചിലപ്പോൾ, ചിലരൊക്കെങ്കിലും. അങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നേ. ഇങ്ങനെയൊക്കെ എൻ്റെ മുമ്പിൽ വന്നിരുമ്പോൾ ഞാൻ നല്ല ഡയലോഗ് പറയും കേട്ടാ.
അപ്പം അങ്ങനെയുള്ള ഡയലോഗ്സ് ഒന്നും പറയരുത്. അതല്ല സ്നേഹം. ഒരാൾക്ക് കുറവുണ്ടേ അത് എൻ്റെ കുറവ് തന്നെയാണെന്ന് ചിന്തിക്കണം. ഒരാളുടെ കുറവിന് അടുത്തയാൾ പരിഹാരമായിട്ട് നിൽക്കണം. അതല്ലേ സ്നേഹം? അല്ലെങ്കിൽ അങ്ങനെ കുടുംബം മുന്നോട്ട് പോണേ. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോ കൊടുക്കുന്ന, ഈശോ ചെയ്യുന്ന കാര്യം നോക്കിക്കേ. മഹത്വം നഷ്ടപ്പെട്ട ഓരോ മനുഷ്യനെയും എടുത്തുകൊണ്ട് അവൻ സമൂഹത്തിലേക്ക് വരുന്നത് നോക്കിക്കേ. ഈശോ മഹത്വം നഷ്ടപ്പെട്ടവരൊക്കെ പിടിച്ചോണ്ടിരിക്കുക. ചുങ്കക്കാരന് മഹത്വം ഉണ്ടോ? അവൻ്റെ വീട്ടിൽ വിരുന്നിന് പോകും. വേശ്യയ്ക്ക് മഹത്വം ഉണ്ടോ? അവളുടെ ശയ്യാഗ്രഹത്തിൽ അവൻ പോകും. പാപികളുടെ അടുക്കൽ അവൻ പോകും. ആർക്കും വേണ്ടാത്തവരെയൊക്കെ പിടിച്ചുകൊണ്ട് അവൻ വരും. അവർക്കൊക്കെ മഹത്വമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഓരോ മനുഷ്യനും കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. മറന്നു പോവരുത്. രണ്ടാമത്തത്, സ്നേഹമെന്ന് പറഞ്ഞാൽ മറക്കേണ്ടത് മറക്കുകയും പൊറുക്കേണ്ടത് പൊറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറക്കേണ്ടത് മറക്കുകയും പൊറുക്കേണ്ടത് പൊറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്നേഹം. നമ്മളിതെല്ലാം പല കാര്യങ്ങളും ഓർത്തിരുന്ന പിന്നെ കുത്തലാണ് അല്ലേ, ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ നമ്മുടെ പുത്തമ്പരച്ചൻ പറഞ്ഞൊരു തമാശ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊന്ന് കയറി വന്നേ. പുത്തമ്പരച്ചൻ ഒരു ഓഫീസാണ്. ഓഫീസിൽ ചേട്ടൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഓഫീസ് ജോലി ചെയ്തിട്ട് നല്ല ചേട്ടനാണ്. ചേട്ടൻ ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വൈകുന്നേരം വന്നിട്ട് ഭാര്യയോട് പറയും, എടി അത് അങ്ങനെ സംഭവിച്ചു, ഇത് ഇങ്ങനെ സംഭവിച്ചു, അവരങ്ങനെയാണ് ഇവരെങ്ങനെ. അപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ മുഴുവൻ ഈ ചേച്ചിക്ക് അറിയാം. അപ്പോൾ ഒരു ദിവസം ഒരു പുതിയ ജോലിക്ക് ഒരു പുതിയൊരാൾ വന്നു. ജോലി ചെയ്യാനായിട്ട് കൂടെ ജോലി ചെയ്യാൻ ഒരാൾ വന്നു. അപ്പോൾ ഭർത്താവ് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എടി ഇന്ന് പുതിയൊരാൾ വന്നു, കാണാൻ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട്, അവൾക്കൊരു ഇത്തിരി മേൽമീശയുണ്ടെന്നൊരു സംശയം, ഇത്തിരി മീശയുണ്ടോയെന്നൊരു സംശയം. ഈ പരി വെച്ചു, അവളുടെ പേരെന്നാ? റോസി എന്നാ പേര്. ഓക്കെ, കൊള്ളാം. സംഗതി അങ്ങ് കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞേ. 3 വർഷം കഴിഞ്ഞിട്ട് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ മതിൽ പണി നേരത്തെ കുറേ ഈ കമ്പിയൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3 നേരത്തെ രാത്രി ഇരുട്ട് തുടങ്ങിയ ഒരു സമയത്ത് കെട്ടിയവൻ ബൈക്ക് എടുത്തുകൊണ്ട് ഈ അതിലേക്കൂടെ അങ്ങ് പോയി. പെട്ടെന്ന് കമ്പിയെ തട്ടി അങ്ങ് വീണ്. ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് കെട്ടിയോൾ ഓടിച്ചെന്ന് എന്നാ പറ്റിയെന്ന് ഓർത്തിട്ട് ഭർത്താവ്, ഈ കമ്പി ഇവിടെയാണോ കൊണ്ട് ഇറക്കിയിട്ട് അത് മാറ്റിക്കൊണ്ടിടാൻ വരുന്നത്, മനുഷ്യൻ കയറി നടന്ന വഴിയിലാണോ കൊണ്ട് കമ്പി ഇടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോയ സമയത്ത് പുള്ളി ഓഫീസിൽ പോയ സമയത്താണ് കൊണ്ട് ഇടിപ്പിച്ചത്. ഇപ്പോൾ കെട്ടിയോൾ ഇതൊന്നും മാറ്റിയിടാൻ പാടില്ലായിരുന്നോ, ഇവിടെയാണോ കൊണ്ട് ഇടണമെന്ന് പറഞ്ഞ് ഭർത്താവ് പറഞ്ഞു. പുള്ളി ഇങ്ങനെ കയ്യിലത്തെയും കാലത്തും പെയിൻ്റൊക്കെ പോയിട്ട് പുള്ളി അതും കഴിഞ്ഞ് വേദന കൊണ്ട് ഇതൊക്കെ അറിയാൻ ദേഷ്യപ്പെട്ടു പോയി. അപ്പോൾ എടുത്ത വായിലെ ഭാര്യയുടെ ഡയലോഗ്, പിന്നെ റോസിയുടെ മീശ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കമ്പി കാണാൻ പറ്റത്തില്ലേ? 3 വർഷം മുമ്പ് പറഞ്ഞ കാര്യം റോസിയുടെ മീശയെക്കുറിച്ച് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. മറക്കേണ്ടത് മറന്നു കളയണമേ, പൊറുക്കേണ്ടത് പൊറുത്ത് കളയണമേ. ഞാനിങ്ങനെ ഒരു മരിച്ചടക്കിന് സംഭവിച്ച സംഗതി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു സംഗതിയാണ്. ഞാനൊരു മരിച്ചടക്കിന് നിൽക്കുകയാണെ. ഒരു സ്ത്രീയുടെ മരണം, ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീ മരിച്ചതാണ്. ഇച്ചിരി ആളെക്കുറിച്ച് കുറച്ച് ദുഷ്പേരുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് വന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പം ഞാനിങ്ങനെ ഈ മരിച്ചടക്കിൻ്റെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മരിച്ചടക്കിൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു ബഹളമുണ്ട്. എന്നാ അവിടെ പിടിയിടാ, ഇവിടെ പിടിയിടാ, അങ്ങോട്ട് പിടിയിടാ, ഇങ്ങോട്ട് മാറ്റടാ, അല്ലേ? കണ്ടിട്ടില്ലേ? അതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്ക് എനിക്ക് സാധാരണ തോന്നുന്നു, ഇവന്മാരെ എല്ലാം പിടിച്ചാൽ കുഴിയിലോട്ട് വന്നിട്ട് മൂടാൻ തോന്നും. ഈ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണേ. ഇനി കുഴിയിലോട്ട് ഇങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടാൻ പോകുന്ന ബോഡി 1 സെൻറ്റിമീറ്റർ ചെരിഞ്ഞിരുന്ന നമുക്ക് പ്രശ്നം. കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കാണിക്കണേ? 1 സെൻറ്റ് ഇങ്ങോട്ട് തിരിക്ക്, അങ്ങോട്ട് തിരിക്ക്. ഇത് മണ്ണിട്ട് മൂടാൻ പോലെ, മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ തിരിഞ്ഞ് ഇച്ചിരി മട്ടം തെറ്റിയിരുന്നോർത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഈ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമാണ് ഈ ഒരു മരിച്ചടക്കിൻ്റെ ആ ഒരു സമയത്ത്. അപ്പം എനിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവന്മാരുടെ ഈ പരിപാടി കണ്ടിട്ട്. അതേ സമയത്ത് ഒരുത്തൻ്റെ ഫോൺ താഴേക്ക് പോയി. ഈ കുനിഞ്ഞു നിന്ന് എടുത്ത ഫോൺ ഈ കുഴിയിലോട്ട് പോയി. അപ്പോൾ ഈ പഴയ ഭർത്താവ് വന്നിട്ടുണ്ട് മരിച്ചടക്കിന്. അപ്പം ഈ മനുഷ്യൻ്റെ ഒരു ഡയലോഗ്, സജിയെ ആ ഫോൺ എടുക്കണ്ട കേട്ടോ, അവൾക്ക് അവിടെ കിടന്ന് അങ്ങേരെ വിളിക്കാമല്ലോ. എവിടെ മരിച്ചു കഴിഞ്ഞാൽ പോലും പല സംഗതികളും നമ്മൾ മറക്കില്ല, ക്ഷമിക്കില്ല. സ്നേഹിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, മറക്കേണ്ടത് മറക്കുകയും ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പൂർവ്വ യോസേപ്പ് മകനിട്ട പേരെന്താ?
പൂർവ്വ യോസേഫ് മകനിട്ട പേരെന്താ? മനാസെ. നീ മറക്കണം, അതാണ് സ്നേഹം. ക്ഷമിക്കണം, അതാണ് സ്നേഹം. ഞങ്ങൾ ഈ അച്ഛനാകുന്നതിന് മുമ്പ് ഡീക്കനായിരിക്കുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടെ പോകുന്നൊരു രംഗം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓരോ സംഭവം വരണം കേട്ടോ. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഇങ്ങനെ 18-ാം വാർഡിൽ ഞങ്ങൾക്ക് ഡീക്കനാഥം ജീസസ് യൂത്തിൻ്റെ ഒരു സന്ദർശനമുണ്ട് വ്യാഴാഴ്ചകളിൽ. അപ്പോൾ ഞാൻ സമയം നോക്കിയതാ, ദൈവമേ കഥ പറഞ്ഞ് പോയിട്ട് വെറുതെ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഈ എന്തോ പറഞ്ഞാൽ ഇത് നിർത്താട്ടോ. അപ്പോൾ ഈ 18-ാം വാർഡിലോട്ട് ഞങ്ങൾ കയറിപ്പോ. ഞങ്ങൾ 2-3 ബ്രദേഴ്സ് ഉണ്ട്, ഞങ്ങൾ ലോഹയൊക്കെ ഇട്ടിട്ടാണ് പോണേ. അപ്പോൾ ഈ 18-ാം വാർഡിൽ കയറുന്ന ഇങ്ങനെ സ്റ്റെപ്പ്, പഴയ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിലാണ് ഈ 18-ാം വാർഡ്. ഈ മുറിവും ചതവും ഒടിവും ഒക്കെ ഉള്ളവരൊക്കെ അവിടെ കിടക്കണേ. അപ്പം ഞങ്ങളിങ്ങനെ കയറി ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെന്നിട്ട് വേണം. അപ്പം ഞങ്ങളിങ്ങനെ കയറുമ്പോഴത്തേക്കും ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു കയ്യിൽ ചോറ്റുപാത്രം പിടിച്ചിട്ടുണ്ട്. ഈ പി യു തോമസ് സാറിൻ്റെ അടുത്ത് നിന്ന് ചോറൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ മറ്റേ കൈ ഇങ്ങനെ ഒടിഞ്ഞ് കെട്ടി തൂക്കി വെച്ചേക്കാം, ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്, കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ചോറ്റാത്ത. അപ്പോൾ ഈ അമ്മച്ചിക്ക് കയറാൻ വെച്ച ബുദ്ധിമുട്ട്. അതുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ ഈ ഇടുപ്പ് ഭാഗം ഇങ്ങനെ ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ സൈഡിൽ വലിഞ്ഞ് കയറി പോവാം. അപ്പം ഞങ്ങളെ കണ്ടെത്തുമ്പോഴത്തേക്കും ഈ അമ്മച്ചി അങ്ങനെ സൈഡിലോട്ട് അങ്ങ് ഒതുങ്ങി അങ്ങ് നിന്ന്. ഞങ്ങൾ അച്ഛന്മാർ കയറിപ്പോട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അമ്മച്ചിയുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലേ, എന്താ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? അപ്പം അമ്മച്ചി പറഞ്ഞു, അച്ഛന്മാരെ ഞാനല്ല ഇവിടെ കിടക്കണേ, എൻ്റെ ഭർത്താവ് ഇവിടെ കിടക്കണേ, ഞാൻ എൻ്റെ ഭർത്താവിന് കൂട്ടി നിൽക്കുന്ന. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്നാ പറ്റിയേ? ഭർത്താവ് കത്തിക്കുത്തേറ്റ് കിടക്കുക. അയ്യോ, ഗൗരവമുള്ള കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്നാ പറ്റിയേ? അപ്പം ഞങ്ങൾ പതിയെ അമ്മച്ചിയുടെ കയ്യിലൊക്കെ പിടിച്ച് ചോറ്റുപാത്രമൊക്കെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളിങ്ങനെ അമ്മച്ചിയുടെ കൂടെ ഈ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് അമ്മച്ചി പറഞ്ഞേ, മകൻ കുത്തിയതാ. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഭർത്താവുമായിട്ട് പ്രശ്നം അലമ്പുണ്ടാക്കി. വഴക്കങ്ങ് മൂർധന്യാവസ്ഥയിലെത്തിയതേക്കും അമ്മ ഇടയ്ക്ക് ചാടി ഇവർ രണ്ടുപേരും ഇടയ്ക്ക് ചെന്ന് നിന്നു. അമ്മയ്ക്കിട്ട് മാറി ഒറ്റ തട്ട് തട്ടി കട്ടിലിൻ്റെ ആ പടിയെ ചെന്ന് അടിച്ചാണ് കൈ. അത് പൊട്ടി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്ക. അതിൻ്റെ ഇടയ്ക്ക് മകൻ കുത്തി, മകൻ ഇപ്പം ജയിലിലാണ്. അപ്പം നമ്മൾ അച്ഛന്മാരാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിലേട്ടിക്കാൻ വരുമല്ലോ. അപ്പം നമ്മൾ അറിയാതെ പറഞ്ഞു അല്ലേലും ഇവന്മാരൊന്നും. ഉടനെ അമ്മ പറഞ്ഞേ, അച്ഛാ ശപിച്ചേക്കല്ലേ, ഒന്നുമല്ലല്ലോ, എൻ്റെ പള്ളേ പിറന്നല്ലേ, അവന് വേണ്ടി അച്ഛന്മാർ പ്രാർത്ഥിച്ചാൽ മതി. ചില മനുഷ്യരൊക്കെ എങ്ങനെയാന്നേ, എനിക്കറിയാം. ആ അമ്മയുടെ പേര് ലക്ഷ്മിയമ്മ, ഒരു ഹിന്ദുവാണ്. ലക്ഷ്മിയമ്മ എന്ന് പറയുന്ന അമ്മയാണ്. ഞാൻ ഇപ്പോഴും ആ അമ്മയെ ഓർക്കാറുണ്ട്. ദൈവമേ, ഇതുപോലെ മറന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ? പക്ഷെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ മറക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യാന്നുള്ള കേട്ടോ. മൂന്നാമത് സ്നേഹിക്കുക എന്നാൽ അറിയുക എന്നാണ്. സ്നേഹിക്കുക എന്നാൽ അറിയുക. ഈ എന്തൊക്കെ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മടുത്തോ ബോറടിച്ചു തുടങ്ങിയോ? അടുത്തില്ലല്ലോ അല്ലേ? ഞാൻ പെട്ടെന്ന് അവസാനിച്ചോളാം. ഓക്കെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചാൽ അറിയും. ഈ വ്യക്തി ആരാണെന്ന് അറിയണം. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ വ്യക്തി ആരാണ്? ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്കുകളിലൊന്ന് ഈ അറിയുക എന്നാ. യേശു പീലിപ്പോസിനെ ചോദിക്കുന്ന ഒരു പരാതിയും പരിഭവമുണ്ട്. പീലിപ്പോസേ, ഇത്ര കാലം നീ എൻ്റെ കൂടെ ജീവിച്ചിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഈശോയുടെ ഏറ്റവും വലിയ സങ്കടങ്ങളാണ് പീലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു സങ്കടകരമായ ചോദ്യം. അറിയണം. നമ്മുടെ ഇബ്സന്റെ പാവവീട് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ടേ, ഇബ്സൻ വായിച്ചിട്ടുണ്ട്? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇബ്സന്റെ പാവവീട് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിൻ്റെ ഉള്ളിൽ നോറ എന്ന് പറയുന്ന നായിക കഥാപാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ. ഒരുപാട് കാലത്തെ ദാമ്പത്യം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോവാ. അപ്പോൾ ഈ നോറ ഈ കെട്ടിയനോട് പറയുന്ന ചില ഡയലോഗുണ്ട്. 3 കാര്യങ്ങൾ അവൾ പറയണം. ഒന്ന്, നമ്മൾ ഈ വീട്ടിൽ ഗൗരവമായി ഒന്നും സംസാരിക്കണില്ല. ഈ വീട്ടിൽ നമ്മൾ ഗൗരവമായി ഒന്നും സംസാരിക്കണില്ല. 2, ദിവസം ചെല്ലുന്തോറും നമ്മൾ ഈ വീട്ടിൽ അന്യരായിക്കൊണ്ടിരിക്കുകയാണ്. 3, നിങ്ങൾക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു പാവയെയാണ്. ഇത്രയും പറഞ്ഞിട്ട് നോറ അവൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോവാ. നമ്മുടെ വീടൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടാ? പരസ്പരം അറിയണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നേ. ഭാര്യയും ഭർത്താവും സംസാരിക്കണം, മാതാപിതാക്കളും മക്കളും സംസാരിക്കണം. നമ്മുടെ വീടുകളൊക്കെ ഇന്ന് ആരെ സംസാരിച്ചുകൊണ്ടിരിക്കണേ? പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നുണ്ട്. വീട്ടിൽ ഇങ്ങനെ
6-7 മക്കളുണ്ട്. വല്യപ്പനുണ്ട്, വല്യമ്മയുണ്ട്, വല്യപ്പൻ്റെ അമ്മയുണ്ട്, എൻ്റെ അപ്പനും അമ്മയുണ്ട്. ഞങ്ങൾ 7 മക്കളുണ്ട്. എല്ലാവരും കൂടെ അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കും കൊരണ്ടിപ്പലകയിൽ. അല്ലേ? അങ്ങനെ അല്ലായിരുന്നു അപ്പച്ചാ? അന്ന് ഡൈനിങ് ടേബിൾ ഒന്നുമില്ല. ഈ കൊരണ്ടിപ്പലകൾ എല്ലാവരും ഒന്നിച്ചിരിക്കും. എന്നിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചും മേളിച്ചും ഭക്ഷണം കഴിക്കും. ഇന്ന് ആരാ സംസാരിക്കണേ? ടി വി അങ്ങ് വെക്കും. അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ നമുക്കറിയാത്ത ആരൊക്കെയോ നമ്മുടെ വീട്ടിൽ കിടന്ന് ചലവല സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നമുക്കറിയത്തില്ലാത്ത ആരൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിക്കണ്ടോ നിങ്ങൾ തമ്മിൽ? മക്കളോട് സംസാരിക്കണുണ്ടാ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മക്കൾക്ക് ഒരു പ്രശ്നം വന്നാ അവർ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടിയെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മക്കൾക്കൊരു പ്രശ്നം വന്നാൽ അവർ നിങ്ങളുടെ അടുക്കിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആരോട് പറയണത്? ഉള്ളിനോട് ചോദിച്ചാൽ മതി. എന്താ ഉറപ്പില്ലാത്ത? മക്കളെ അറിയാണ്ട് പോകണുണ്ടോ നമ്മൾ? 24 വയസ്സിൽ മകള് മരിച്ചു. 24 വയസ്സിൽ മകള് മരിച്ചിട്ട്, ഒറ്റ മകളാ, പൊന്നെ ചക്കര തേനെ പാലേന്നൊക്കെ വീട്ട് വളർത്തി ഇങ്ങനെ പറഞ്ഞ് വളർത്തിയ മാളാ മരിച്ചു. 24 വയസ്സിലൊരു അസുഖം വന്ന് മരിച്ച. ഈ മരണത്തിന് ശേഷം വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന നേരത്ത് ഭാര്യ, ഈ അമ്മ ഇവളുടെ മുറിയിൽ ചെന്ന് വെറുതെയൊക്കെ ഓടിച്ചു നോക്കി. വലിയ നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അവളുടെ ഡയറി കുറിപ്പുകളൊക്കെ ഈ അമ്മ കാണണേ. നോക്കിയപ്പോൾ മനോഹരമായിട്ട് കവിതകൾ എഴുതി വെച്ചിരിക്കുക. കൊണ്ടേ അപ്പൻ്റെ അടുക്ക കൊണ്ടേ കാണിച്ചു. അപ്പോൾ അപ്പൻ ചോദിച്ചേ, അവൾ കവിത എഴുതുമായിരുന്നോ? എന്നതാ ഈ അപ്പൻ മകളെ അറിഞ്ഞേ? ഈ അമ്മ എന്നതാ മകളെ അറിഞ്ഞേ? അവളുടെ ഉള്ളെങ്ങനെ അറിഞ്ഞേ? നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ആരാന്നും അവൻ്റെ ഉള്ളെന്താന്നും അവൻ്റെ ജീവിതം എന്താന്നും അറിയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതറിയണം. അതാണ് സ്നേഹം. നമ്മൾ സംസാരിച്ച് മക്കളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ അവരെ ചേർത്ത് പിടിക്കണമെന്നേ. കൊച്ച് ടീച്ചറിന് എഴുതി കൊടുത്ത കാര്യം നമ്മളൊക്കെ വാട്സപ്പിൽ വായിച്ചതാ അല്ലേ? കൊച്ചിനോട് ചോദിച്ചു, നിനക്ക് ആരാവണം? ടീച്ചർ വിചാരിച്ചു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പോലീസ് ആവണം, പൈലറ്റ് ആവണം, കളക്ടർ ആവണം എന്നൊക്കെയാ കൊച്ച് എഴുതി തരുമെന്ന് വിചാരിച്ചേ. കൊച്ചെഴുതി കൊടുത്തു, എനിക്കൊരു മൊബൈൽ ഫോൺ ആവണം. കാരണം എന്താ? അപ്പൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് ഫോണിൻ്റെ അടുത്താണ്. അമ്മ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് ഈ ഫോണിലൂടെയാണ്. ചേച്ചി ഫുൾ ടൈം ഫോണിൻ്റെ ഉള്ളിലാണ്. ചേട്ടൻ ഒതുക്കത്തിലും രഹസ്യത്തിലും കൊണ്ട് നടക്കുന്നത് ഫോണാണ്. എന്നോട് സംസാരിക്കാൻ ആളില്ല. അതുകൊണ്ട് എനിക്കൊരു ഫോണായാൽ മതി എന്ന് കൊച്ചെഴുതിക്ക്. കാരണം ഫോണാകുമ്പോൾ എല്ലാവരും എടുക്കും, ഞാളിക്കും, താലോലിക്കും, പരിചരിക്കും, സംസാരിക്കും അല്ലേ? നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അപകർഷതാബോധത്തിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ ഒരു സങ്കടത്തിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ കുഞ്ഞു മക്കൾ പോകണമെന്നേ അവരോട് സംസാരിക്കണം. അവർ പറയുന്നത് പൊട്ടത്തരങ്ങളായിരിക്കുന്നേ, പക്ഷെ അവരോട് സംസാരിക്കണം. 4 3 കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 1 മഹത്വം കൊടുക്കുക, 2 പൊറുക്കുകയും മറക്കുകയും ചെയ്യുക, 3 അറിയുക, 4 സ്നേഹിക്കുക എന്നാൽ കണ്ണുകൾ ഉയർത്തി നോക്കുക എന്നുള്ളതാണ്. കണ്ണുകൾ ഉയർത്തി നോക്കുക. എൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കണേ. ഇല്ലോ മനസ്സിലായി? സ്നേഹിക്കുക എന്നാൽ കണ്ണുകൾ ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു തരാം. ഈശോ പറയുന്ന നല്ലൊരു കഥയുണ്ട്. ഏതാ? നല്ല സമരിയാക്കാരൻ്റെ കഥ. 3 പേര് ആ വഴി കടന്നു പോകുന്നുണ്ട്. ഈ 3 പേരുടെ ചിന്തയിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് പോവാം. ഈ 3 പേര് ഈ വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കലൂടെ ഇങ്ങനെ കടന്നു പോവാം. 1-മത്തെ മനുഷ്യൻ എന്ത് ചിന്തിച്ചു? 1-മത്തത് ഒരു അച്ഛനാണ്, പുരോഹിതനാണ്. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇവനെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദേഹത്ത് ചോര പറ്റും, എനിക്ക് ബലിയർപ്പിക്കാൻ പോകാൻ പറ്റത്തില്ല, എനിക്ക് അശുദ്ധി ഉണ്ടാകും, എനിക്ക് മാറി നിൽക്കേണ്ടി വരും, സമയത്തിന് ചെല്ലാൻ പറ്റത്തില്ല. അല്ല, പ്രശ്നമുണ്ടോ? ചിന്തിച്ച പ്രശ്നമുണ്ടോ? എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും സമയത്ത് നടക്കത്തില്ല, അതുകൊണ്ട് ഇവനെ തൊട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ചിന്തിച്ചത് അങ്ങനെയാണ്.
പുരോഹിതൻ അങ്ങനെ ചിന്തിച്ചു. രണ്ടാമത്തെ കപ്പി ദേവാലയ ശുശ്രൂഷി വന്നു, ലേവായൻ വന്നു. അവൻ ചിന്തിച്ചത് എങ്ങനെയാണ്? ഇവിടെ ഒരച്ഛൻ ഇരിപ്പുണ്ട്, ഞാൻ ഇവൻ്റെ പുറകെങ്ങാനും പോയിട്ട് താമസിച്ചെങ്ങാനും ചെന്ന മണിയടിക്കാൻ 1 മിനിറ്റ് താമസിച്ച അച്ഛൻ്റെ വായിലിരിക്കുന്ന സകലത് ഞാൻ കേൾക്കേണ്ടി വരും. നമ്മുടെ അച്ഛനല്ല, നമ്മുടെ അച്ഛൻ പാവാട്ടോ, നമ്മുടെ വികാരിച്ചനല്ല, വേറെ ഏതോ അങ്ങ് ഉഗാണ്ടയിലുള്ള ഒരു അച്ഛൻ, അങ്ങ് ഉഗാണ്ടയിലുള്ള അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഉഗാണ്ടയിലുള്ള അച്ഛൻ ഇങ്ങനെ പറയും. അതുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കത്തില്ല, എനിക്ക് ചീത്ത കേൾക്കും, അതുകൊണ്ട് നമ്മളില്ലേ. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു. മൂന്നാമത്തെ മനുഷ്യൻ ചിന്തിച്ചത് എന്താണ്? മൂന്നാമത്തെ മനുഷ്യൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും എന്നല്ല, ഇവനെന്ത് സംഭവിക്കും. ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവനെന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളതല്ല, ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവൻ മരിക്കും, ഞാൻ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. സ്നേഹമെന്ന് പറഞ്ഞാൽ കരുതലാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയുള്ള കരുതലിൻ്റെ പേരാണ് സ്നേഹം. ഞാൻ ഇവരോട് ചേർന്നില്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ഞാൻ അവരെ പരിഗണിച്ചില്ലെങ്കിൽ, ഞാൻ അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ, ഞാൻ അവരോട് ചേർന്നില്ലെങ്കിൽ അവർക്കെന്തു സംഭവിക്കും. അങ്ങനെ ഈ ഒരു കരുതലിൻ്റെ തലമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും പലയിടങ്ങളിലേക്ക് പോണേ, കരുതൽ കിട്ടുന്ന ഇടങ്ങളിലേക്ക് പോണേ. അല്ലേ? അനുവദിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് കരുതൽ കിട്ടാതെ, സ്നേഹം കിട്ടാതെ, ബഹുമാനം കിട്ടാതെ, മഹത്വം കിട്ടാതെ മറ്റൊരിടത്തേക്ക് പോവാൻ നമ്മൾ അനുവദിക്കരുത്. ശാസിച്ചും ശിക്ഷിച്ചും പേടിപ്പിച്ചും അല്ലെന്നേ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, അവരെ കരുതലോടെ കരുതിക്കൊണ്ട് തന്നെ. അതാണ് സ്നേഹം. ഇപ്പം മനസ്സിലായില്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് യു ലവ് യു ലവ് യു എന്ന് പറയുന്നതല്ല സ്നേഹം. അതിനപ്പുറം ഒന്ന്, കൊടുക്കേണ്ട ഡിഗ്നിറ്റി, കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. ക്ഷമിക്കുകയും മറക്കുകയും പൊറുക്കുകയും ചെയ്യണം. പരസ്പരം അറിയണം. 4, കരുതലിൻ്റെ ജീവിതം ഉണ്ടാവണം. ഇതാണ് സ്നേഹം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒന്ന് ചിന്തിച്ചോളൂ. ഇതാണ് ചുവരുകൾ. ഈ 4 കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ചുവരുണ്ടാക്കണേ, കേട്ടോ. ഇനി നമ്മൾ വീടിൻ്റെ അടിത്തറയിട്ടു. എൻ്റെ കൂടെ പെട്ടെന്ന് പറഞ്ഞു നോക്കോട്ടെ. സമർപ്പിക്കാൻ പരസ്പരം, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ, പരസ്പരം സമർപ്പിക്കുന്നവരാണ് അല്ലേ? ശരീരവും മനസ്സും സമർപ്പിക്കുന്നവരാണ്. വിശ്വാസവും ഇല്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ സമർപ്പിക്കാൻ പറ്റുമോ? പരസ്പര വിശ്വാസവും സ്നേഹവും ഇല്ലെങ്കിൽ ഈ സമർപ്പണം 0 ആകും. നാലാമതൊരു സമർപ്പണത്തിൽ 3 കാര്യങ്ങളായിട്ടുള്ളത്. ഒരാൾക്ക് ഇപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1, വിശ്വാസം വേണം. 2, സ്നേഹം വേണം. 3 ഭക്തി വേണം. ഇതിൻ്റെ കൂടെ അതുകൊണ്ട് പറഞ്ഞു ഭക്തി. ഈ ഭക്തി എന്ന് പറഞ്ഞ സംഗതി എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നതാ? മുട്ടേ നിൽക്കുന്നതാ? അതിന് കൈ വിരിച്ചു പിടിക്കുന്ന ഏതാ ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. ഭക്തി എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വരുന്ന ആനന്ദമാണ്. സന്തോഷത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൈ വിരിച്ചോ, കൈ കൂപ്പിയോ, കൈ മുട്ടമേ നിന്നോ, കിടന്നുരുണ്ടോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ഏറ്റവും നല്ല ഉദാഹരണം ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് ഈ വാഗ്ദാന പേടകം തിരിച്ച് കൊണ്ടുവരുമ്പോൾ അവൻ എങ്ങനെ നൃത്തം ചെയ്യണേ? അവൻ നൃത്തം ചെയ്യുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. അവൻ ഉടുതുണിയിൽ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഈ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്യാണ്. അതാണ് ഭക്തി. സമർപ്പണത്തിൽ ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. 1, പരസ്പര വിശ്വാസം വേണം. 2, പരസ്പര സ്നേഹം വേണം. 3, ഭക്തി. അതായത് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അവരുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കണം. പിടികിട്ടിയോ? ഇത് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കണേണ്ട. അത് വേണം. അവിടെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളെ തന്നെ ചിന്തിച്ച് പരിശോധിച്ച് ഈ കുറവുകളെ മുഴുവൻ പരിഹരിച്ച് നമ്മുടെ കുടുംബത്തെ സ്നേഹം കൊണ്ട്, പരസ്പര വിശ്വാസം കൊണ്ട് ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തണം. പിടികിട്ടിയോ?
അപ്പോൾ നമ്മൾ ചുവരുകളുണ്ടാക്കി. നമ്മൾ കുടുംബത്തിൻ്റെ അടിത്തറ എന്താണ്? വിശ്വാസവും വിശ്വസ്തയും. ചുവരുകൾ സ്നേഹമാണ്. മൂന്നാമത് നമ്മൾ മേൽക്കൂര ഇടാൻ പോവാ. എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽക്കൂര? എന്താണ് കുടുംബത്തിൻ്റെ മേൽക്കൂര? എന്താ? പറ. ഇനി അവിടെ കുടുംബത്തിൽ എന്താ വേണ്ടേ? കുടുംബത്തിൻ്റെ മേൽക്കൂര നീതിയാണ്. നീതി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നീതി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ജസ്റ്റിസ്? നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കുന്നവന് അർഹിക്കുന്ന സമയത്ത് കൊടുക്കുക. അർഹിക്കുന്നവന് അർഹിക്കുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് നീതി. വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും എന്താണ് ആവശ്യമെന്നോ എന്താണോ അർഹതമായിട്ടുള്ളത് അർഹിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുക്കണം. പ്രായമായി കുത്തി ചുമക്കുന്ന ഒരു അപ്പന് ഒരിത്തിരി ചൂടുകഞ്ഞി വെള്ളം കൊടുക്കുന്നതാണ് നീതി, അല്ലേ? തളർന്നു കയറി വരുന്ന ഭർത്താവിന് ഒരല്പം ആശ്വാസം, ഒരു കപ്പ് കാപ്പി കൊണ്ട് കൊടുക്കുന്നതാണ് നീതി. വീടിൻ്റെ ഉള്ളിൽ കരിപിടിച്ച് ജീവിതം വ്യയം ചെയ്യുന്ന ഭാര്യയ്ക്ക് ഒരല്പം സമാശ്വാസം കൊടുത്ത് സന്തോഷ വർത്തമാനം പറയുന്നതാണ്, അഭിനന്ദിക്കുന്നതാണ് നീതി. ചെയ്യാറുണ്ടോ? ഭാര്യയോട് സ്വകാര്യമായിട്ടെങ്കിലും പറയാറുണ്ടോ? ഇന്നത്തെ കറി നല്ലതായിരുന്നു കേട്ടോ, പറയാറുണ്ടോ? ഈ അഭിനന്ദനം നീതിയാ. അവരത് അർഹിക്കുന്നുണ്ട്. കാരണം ഇവരിതൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ എൻ്റെ ഭർത്താവിനത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വലുതാ. നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹത്തെ ചേർത്ത് നിർത്തുന്ന സംഗതി ഇങ്ങനൊക്കെ ആന്നേ. അല്ലാണ്ട് നമ്മളിങ്ങനെ പുസ്തകത്തിൽ വരച്ചതുപോലെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ഈ കുഞ്ഞു വർത്തമാനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, കൊടുക്കുന്ന ചെറിയ ബഹുമാനം. ഞാൻ എൻ്റെ അമ്മമാരോടൊന്ന് പറയട്ടെ, ഭർത്താവിനെ ബഹുമാനിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. മക്കൾക്ക് മുമ്പിൽ ഭർത്താവിനെ ബഹുമാനിച്ച് എങ്കിലേ മക്കൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കൂ. പണ്ട് നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത്, ഈ അമ്മ ഏറ്റവും ആദ്യം അമ്മയുടെ അപ്പൻ്റെ ഒരു കൊരണ്ടിയുണ്ട്, ഒരു വലിയ കാട്ടൻ കൊരണ്ടി. അതിൽ അപ്പനെ ഇരുത്തത്തുള്ളൂ, അപ്പനെ അവിടെ ഇരിക്കത്തുള്ളൂ. വേറെ ഇരുത്താൻ ശ്രമിച്ചാലും എഴുന്നേപ്പിച്ചുവിടും. അത് അപ്പൻ്റെ സീറ്റാണ്, അവിടെ വേറെ ആരും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം കൊണ്ട് അപ്പനെ വിളമ്പും. മീനുണ്ടെങ്കിൽ മീനിൻ്റെ നടുഞ്ഞുറുക്കം നോക്കി ഒരു 2 എണ്ണം അപ്പന് കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് കിട്ടണ വാലും തലയൊക്കെ. കഴിഞ്ഞ ദിവസം ചേട്ടൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞേ, പണ്ട് അമ്മയായിട്ട് നടുഞ്ഞുറുക്കെല്ലാം കൂടെ അപ്പന് കൊടുത്ത് ഞങ്ങൾക്ക് അന്ന് വാലും തലയും. ഇന്ന് കെട്ടിയോളായിട്ടെല്ലാം നടുഞ്ഞുറുക്ക് മുഴുവൻ മക്കൾക്ക് കൊടുത്ത് അന്നും ഇന്നും ഞങ്ങൾക്ക് വാലും തലയും. ബഹുമാനിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പനെ ബഹുമാനിക്കാനും അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കൾക്ക് നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കാണിച്ചു കൊടുക്കണം. പറഞ്ഞാൽ പോരതേ. വീട്ടിൽ കിടന്ന് ഈ പറഞ്ഞ കെട്ടിയോളെ കായും മായും അതൊക്കെ പറഞ്ഞിട്ട് എങ്ങനാ മക്കള് മുന്നോട്ട് പോണേ? മക്കൾ ബഹുമാനിക്കുന്നവരാകുന്ന, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവരാകുന്ന എങ്ങനെ? നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൃത്യമുള്ളത്, അർഹമായിട്ടുള്ളത് കൊടുക്കണം. യോസേപ്പ് പിതാവ് എങ്ങനെ നീതിമാനായേ? നമ്മൾ നീതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നിയമം അനുസരിക്കാന്നാന്ന് വിചാരിക്കും. നിയമം അനുസരിക്കുന്ന അല്ലാട്ടോ നീതി. നിയമം എന്തിനാ നിയമം? നമുക്ക് നിയമത്തിൻ്റെ ആവശ്യം എന്താ? എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവോ അവിടെ നിയമം കൊണ്ട് നീതിയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? എവിടെയാണോ നീതി ഇല്ലാതാകുന്നത് അവിടെ നിയമം കൊണ്ട് നീതിയെ പുനഃസ്ഥാപിക്കണം. അതിനാണ് നിയമം വേണ്ടത്, അല്ലാണ്ട് നിയമം അനുസരിക്കുന്നതല്ല നീതി. യോസേപ്പ് പിതാവ് നിയമം അനുസരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അതാണ് നീതിയെങ്കിൽ യോസേപ്പ് പിതാവ് നീതിമാനല്ല. കാരണം എന്താ? വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്ന പെണ്ണിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നതാണ് നിയമം. ഈ നിയമത്തെ യോസേപ്പ് പിതാവ് അനുസരിക്കുന്നില്ല. പക്ഷേ യോസേപ്പ് പിതാവ് എങ്ങനെയാണ് നീതിമാനാകുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടത് എന്താണ്? സംരക്ഷണമാണ്. അത് കൊടുക്കാൻ യോസേപ്പ് പിതാവിന് സാധിച്ചു. അതുകൊണ്ടാണ് യോസേപ്പ് പിതാവിന് പറയുന്നത് നീതിമാനായ യോസേപ്പ് എന്ന് പറയണേ. ബൈബിളില് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല.
നിങ്ങളുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ആരാ? ആരാ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ? ആരാ? ബൈബിളിൻ്റെ അകത്ത് ഈശോ പറയുന്നൊരു കാര്യം, ഈശോ പറയുന്നുണ്ടത്. ആരാ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ? വിചാരിച്ചോ? ഇവരെല്ലാം കൊണ്ട് ബൈബിൾ എംപോസിഷൻ എഴുതിക്കണേ. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഈശോയെ. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ അവനാണ്. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും അവനേക്കാളും വലിയവനാണ്. ആരെക്കുറിച്ച് ഈശോ പറഞ്ഞതാണ്? സ്നാപക യോഹന്നാൻ. എന്തുകൊണ്ടാണ്? എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനായത്? എന്തുകൊണ്ടാ? സ്നാപക യോഹന്നാൻ പറയുന്നൊരു നീതിശാസ്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൻ്റെ നീതിശാസ്ത്രം. ഞാൻ അല്പം ബൈബിളിലൂടെ പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഈ ഒരു നീതിശാസ്ത്രം എന്നാണ് ബൈബിളിൽ 4 തരത്തിലുള്ള നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നീതി ഇങ്ങനെ എലവേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. ബൈബിളിൻ്റെ ഉള്ളിൽ 4 തരം നീതിയെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ നീതി കായൻ്റെയും ആബേലിൻ്റെയും നീതി. എന്താണ് അതിൻ്റെ അകത്തെ കാര്യം? അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നീതിശാസ്ത്രം. കാടിൻ്റെ നീതിയാണ് അല്ലേ? അവനവൻ്റെ നിലനിൽപ്പ്. 2 പേരുണ്ടായിരുന്നു, കായേനും ആബേലും. എന്തിനാണ് ഒന്നിച്ച് ബലിയർപ്പിക്കേണ്ടവർ 2ആയിട്ട് ബലിയർപ്പിക്കാൻ പോയത്? എനിക്ക് എന്ന് ചിന്തിക്കുന്ന കാടിൻ്റെ നിയമം. അതാണ് ആദ്യത്തെ നീതി. രണ്ടാമത്തെ നീതി ബാബേലിൻ്റെ നീതി എന്ന് പറയും. ബാബേൽ ഗോപുരത്തിന് എന്താ സംഭവിക്കണേ? ബാബേൽ ഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിചാരിച്ചത് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കരുത്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെക്കും, ഇസ് എ ബിൽഡിംഗ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ നിർമ്മിതിയാണത് ഈ ബാബേൽ ഗോപുരം എന്ന് പറയുന്നത്. അവിടെ പലതരത്തിലുള്ള മനുഷ്യരാണ്. ഒരു കെട്ടിടം പണിയുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ? കല്ലുപണിക്കാരുണ്ട്, മണ്ണ് പണിക്കാരുണ്ട്, തടിപ്പണിക്കാരുണ്ട്, കങ്കാണിമാരുണ്ട്, മണ്ണ് കുഴയ്ക്കുന്ന മേസ്തിരിമാരുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള പണിക്കാരുണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാലേ ഒരു കെട്ടിടം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ കൊത്തുപണി നടത്തുന്നവർ പറയാണ്, നമ്മളെന്തിനാ ഇവരെ അനുസരിക്കണേ? നമ്മളെന്തിനാ ഇവർ പറയുന്നത് കേൾക്കണേ? ഓരോരോ ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിഞ്ഞു, പരസ്പരം ഭിന്നിച്ചു, ഭാഷ ഭിന്നിച്ചു അല്ലേ? റൈറ്റ്? ഓരോ ഗ്രൂപ്പിനും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമായി മറ്റൊരു ഗ്രൂപ്പിനെ തള്ളിപ്പറയാൻ തുടങ്ങി. കെട്ടിടം പണി പൂർത്തിയാവുമോ? പോവോ? ഇതാണ് സംഭവം. ഒരു ഗ്രൂപ്പിൻ്റെ നീതിയാണ്. എൻ്റെ ഗ്രൂപ്പ് മാത്രം നിലനിൽക്കണം, ഞാൻ മാത്രം മതി, എൻ്റെ ഗ്രൂപ്പിൽ മാത്രം നിലനിന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ നീതിയാണ് ബാബേലിൻ്റെ നീതി. മൂന്നാമത്തെ നീതി. അവിടെ നിന്നാണ് ഈ ഒരു നീതി നടത്തുന്ന പിടിച്ചുകൊണ്ടാണ് ഈ അബ്രാഹത്തെ വിളിച്ചെടുത്തിട്ട് ദൈവം പുതിയ നീതിശാസ്ത്രം കൊടുക്കുന്നത്. ഈ സ്നാപയോഹന്നാൻ പറയുന്ന നീതിശാസ്ത്രം. സ്നാപയോഹന്നാൻ നീതിശാസ്ത്രം എന്താണെന്നറിയാമോ? 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കും. എനിക്ക് 2 ഉടുപ്പുണ്ട്, 1 ഞാൻ കൊടുത്തു കഴിയുമ്പോൾ എനിക്കും അവനും തുല്യമാവും. റൈറ്റ്? ഉയർന്നവ താഴ്ത്തുക, താഴ്ന്നവ ഉയർത്തുക. എന്ത് സംഭവിക്കും? ഈക്വൽ ആവും. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പഴയ നിയമത്തിൻ്റെ നീതിശാസ്ത്രമാണത്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ നീതിശാസ്ത്രം. പുതിയ നിയമത്തെ എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങളുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗരാജ്യത്തിലെത്താനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ്? ഇക്വാലിറ്റിയാണ്. നിന്നെ പോലെ നിന്റെ ചുറ്റുമുള്ളവരെ കണ്ടോളണം. നിനക്കുള്ളതെല്ലാം അവനും വേണം. നിനക്ക് കിട്ടുന്ന ബഹുമാനം അവൾക്കും കൊടുക്കണം. വേണ്ടേ? അതാണ് കുടുംബത്തിൻ്റെ നീതി. എല്ലാവരും തുല്യരാണ്. ഒരാളും വലുതുമല്ല, ഒരാളും ചെറുതുമല്ല. എല്ലാവരും തുല്യരാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ നീതിശാസ്ത്രം. ഈശോയുടെ നീതിശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചതുപോലെ, ഞാൻ കൊടുത്തതുപോലെ നിങ്ങൾ കൊടുക്കണം. ശരീരം കൊടുത്ത്, രക്തം കൊടുത്ത്, അമ്മയെ കൊടുത്ത്, ആത്മാവിനെ കൊടുത്ത്, അല്ലേ? എല്ലാം കൊടുത്ത്. ഇതാണ് ഈശോയുടെ നീതിശാസ്ത്രം. 4 തരത്തിലുള്ള നീതിയുണ്ട് ബൈബിളിൻ്റെ ഉള്ളിൽ. ഓരോരുത്തർക്കും അർഹമായവർക്ക് കൊടുക്കുമ്പോഴാണ്. വീടിൻ്റെ മേൽക്കൂര എന്തിനാ? ചോരാതിരിക്കാനാ അല്ലേ? വീട് ചോരാതിരിക്കാനാ. വീട് ചോരാതിരിക്കണമെങ്കിൽ കുടുംബത്തിൽ നീതി ഉണ്ടാവണം. ഓരോരുത്തർക്കും അർഹമായിരിക്കുന്നതെന്തോ അത് കൃത്യമായിട്ട് കൊടുക്കണം.
അത് വസ്തുവിൻ്റെ കാര്യം മാത്രമല്ല, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ, ആദരവിൻ്റെ കാര്യത്തിൽ കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ. സമയം കൊടുക്കുന്ന കാര്യത്തിൽ, കേൾക്കുന്ന കാര്യത്തിൽ ഒക്കെ ഈ കൃത്യത ഉണ്ടാവണം. നമ്മൾ വീടിൻ്റെ അടിത്തറയിട്ടു. എന്താണ്? വിശ്വാസവും സ്നേഹം കൊണ്ട് ചുവരുകളുണ്ടാക്കി, നീതി കൊണ്ട് മേൽക്കൂരയുണ്ടാക്കി. ജീവിക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ശ്വാസം മുട്ടും, ഇല്ലേ? ഇതിനകത്ത് ജീവിച്ച ശ്വാസം മുട്ടും. കാരണം എന്താ? അതിന് വാതിലുകളും ജനലുകളുമില്ല. എന്താണ് എൻ്റെ കുടുംബത്തിൻ്റെ വാതിലും ജനലും? പ്രാർത്ഥനയും ദൈവസാന്നിധ്യവുമാണ്. ഞാൻ കയറേണ്ടതും ഇറങ്ങേണ്ടതും ദൈവത്തോട് കൂടെയാ. ദൈവത്തിലൂടെ ഞാൻ കുടുംബത്തിലേക്ക് പ്രവേശിക്കണം. ദൈവത്തിലൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകണം. എൻ്റെ കുടുംബത്തിനുള്ളിലേക്ക് ജീവശ്വാസം കടന്നു വരേണ്ട, കാറ്റ് കടന്നു വരേണ്ടത് ദൈവത്തിലൂടെയാ. അപ്പോൾ ഒറ്റ വാക്കുള്ളൂ, പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലുണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ എപ്പോഴാണ് വീണു പോയതെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച്. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൃത്യം 7 മണിക്ക്, അതിനു മുമ്പ് എൻ്റെ വല്യപ്പനും വല്യമ്മയും ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഈ കൃത്യം 7 പള്ളിമണി അടിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ വല്യപ്പൻ വാവാതെ കുതിച്ച തമ്പുരാനെന്ന് പറഞ്ഞ് മുട്ടുകുത്തും. എല്ലാവരും വന്നോണം, ഇരുന്നോണം, പ്രാർത്ഥിച്ചോണം. പിന്നെ ഞങ്ങളോട് പറയും, നിങ്ങൾ ഒച്ചത്തി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് മുമ്മാല സമയം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത്, അല്ല അറിയില്ല എന്താ സമയം എന്നറിയത്തില്ല, ഈ സായാഹ്ന സമയം, ഇരുട്ട് വീഴുന്ന സമയത്ത് ഞങ്ങളോട് വല്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഒച്ചത്തി പ്രാർത്ഥിച്ചോണം. ഈ സമയത്ത് ചെകുത്താൻ വന്ന് വീടിൻ്റെ കോണി വന്ന് നിൽക്കും ഈ വീട്ടിലേക്ക് കയറാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒച്ച കേട്ടിട്ട് ചെകുത്താൻ ഓടും. ഞങ്ങളോട് പറഞ്ഞു തന്നേക്കുന്ന കാര്യം അതൊക്കെ. ഇപ്പം എങ്ങനെ നമ്മുടെ വീട്ടിൽ? ഞാൻ പിന്നീട് ഹൈസ്കൂളിൻ്റെ സമയമായപ്പോഴത്തേക്കും ഈ കൃത്യം 7 മണിക്ക് അമ്മയുടെ പാട്ട് തുടങ്ങും. ഓർക്കണ്ട, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാട്ടാന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. സീരിയൽ അമ്മ തുടങ്ങണ സമയമായിരുന്നത്. ഓർക്കണണ്ട, സീരിയൽ അമ്മ കൃത്യം 7 മണിക്കായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റു പലതിലേക്കും പ്രാർത്ഥന നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സീരിയലിൻ്റെ സമയം അനുസരിച്ച് പ്രാർത്ഥനയെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനതാ ഇന്നലെ ചോദിച്ച്, വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പോകുമോ അതോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകുമോ? വെള്ളിയാഴ്ച ഈ തലേ ദിവസം കല്യാണത്തലേ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, കല്യാണത്തലേ എന്ന് പറയുന്നൊരു പരിപാടി വെക്കും. ശനിയാഴ്ച കല്യാണം, വെള്ളിയാഴ്ച കല്യാണത്തലേന്ന് വെക്കുമ്പോൾ നിങ്ങൾ നോൺ വെജ് ഫുഡ് കൊടുക്കുവോ വെജിറ്റബിൾ ഫുഡ് കൊടുക്കുവോ? പറ. വെള്ളിയാഴ്ച വെക്കുന്നവരുണ്ടെന്നേ. നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് സാക്ഷ്യത്തിനുള്ള ഒരു സമയമാണിത്. കല്യാണം വിളിക്കുന്ന എൻ്റെ കുർബാന കളഞ്ഞിട്ട് ഞാൻ വരത്തില്ല, കുർബാന കഴിയുമ്പം വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? എൻ്റെ മകളുടെ കല്യാണത്തിന്, മകൻ്റെ കല്യാണത്തിന് ഇന്ന് വെള്ളിയാഴ്ചയാണ് വരുന്ന, നിങ്ങൾ വെജിറ്റബിൾ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ? നമ്മളിതെല്ലാം ഒരുമാതിരി അഴകുഴമ്പം പരിപാടിയായിട്ട് അങ്ങ് കൊണ്ടുപോയെന്നേ. ഒരുമാതിരി അഴകുഴമ്പം പരിപാടിയാ, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞല്ലേ, ഷെമയോൻ വേറോനിക്ക കല്യാണം കഴിക്കുന്നു പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങ് നടത്തി പോവാ. വിശ്വാസത്തിൽ വെള്ളം ചേർത്തേക്കരുതേ. പ്രാർത്ഥനകൾ നഷ്ടപ്പെടുത്തി തുടങ്ങിയപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അപജയത്തിലൂടെ പോയി തുടങ്ങിയില്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തി തുടങ്ങിയപ്പോഴത്തേക്കും ആ കുടുംബങ്ങൾ തകർന്നത്. വെറുതെ ചിന്തിച്ച് നോക്കിക്കോളൂ. ദൈവത്തിന് പകരം മറ്റു പലരും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വിരുന്നു വന്ന് തുടങ്ങി. കാനായിലെ കല്യാണം, ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ ഈ കുടുംബം ചെന്ന് നിൽക്കുമ്പോൾ, അപമാനത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നിൽക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, വിശുദ്ധ സ്ലീഹന്മാരുടെ സാന്നിധ്യം ഈ കുടുംബത്തെ അപമാനത്തിൻ്റെ, പരാജയത്തിൻ്റെ വീഴ്ചയുടെ ഉള്ളിൽ നിന്നും വീണ്ടെടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ വായിച്ചങ്ങ് പോകും. എന്തേ നമ്മുടെ വീട്ടിലേക്ക് ദൈവത്തെ ക്ഷണിക്കാത്ത? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കൊന്തയൊക്കെ ചൊല്ലി നമ്മളങ്ങ് തീർക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന, അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റ്. ഏതെങ്കിലും TV പ്രോഗ്രാമിൻ്റെ ഇടയിൽ കുത്തിത്തിരികെ അങ്ങ് വെക്കുന്ന ഒരു പരിപാടി, പരസ്യം ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിക്കണ പോലെ നമ്മുടെ പ്രാർത്ഥന ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരികെ അങ്ങ് വെക്കും. വീട്ടിലൊരു അതിഥി വന്ന മാറ്റി വെക്കണ കാര്യം എന്താ? എൻ്റെ അപ്പനും അമ്മയും ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ടല്ലോ, ആര് വന്നാലും പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥിച്ചിരിക്കും. ആര് വന്നാലും
ഈ പ്രാർത്ഥനയിടയ്ക്ക് ആരെങ്കിലും കയറി വന്നാൽ വന്നിരുന്നോണം, പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥന കഴിയാതെ അവരനങ്ങൂല. ഞാൻ ഇന്ന് ഈ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒറ്റ കാരണം എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ്. അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും അവർക്ക് തന്നൊരു മാതൃകയുണ്ട്. ഞായറാഴ്ച പള്ളി പോകാത്ത ഒരു പരിപാടിക്ക് എൻ്റെ അമ്മ സമ്മതിക്കില്ല. പള്ളി പോയിട്ടുള്ള കാര്യങ്ങൾ മതി. പ്രാർത്ഥനയെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയല്ലേ. നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും. ശ്വാസം മുട്ടും അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് ഈ നമസ്കാരം കേൾക്കാനായിട്ട് വരുമല്ലോ, ഞാൻ പറയും, നിങ്ങൾ ഒന്നിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ബെഡിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നിച്ച്, കാരണം നിങ്ങൾ ഒന്നിപ്പിച്ച ഒരു കാര്യം അവിടെയുണ്ട്. നിങ്ങൾ 3 പേരാണ് അവിടെ, അല്ലേ? നീയും നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും തമ്പുരാനും. തമ്പുരാൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ടാണ് നിങ്ങൾ ഒന്നായത്, അല്ലേ? അപ്പോൾ ആ തമ്പുരാനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ മനസ്സ് ഫ്രീ ആകുമെന്ന് പറയാം. ഏത് പ്രശ്നവും മാറിപ്പോക്കോളും. ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഈ തമ്പുരാനെ ഒന്ന് ചേർത്ത് അതിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് അല്പം അല്പം വായു ഒന്ന് കടത്തിവിട്ട് നോക്കിക്കേ. ഇതിങ്ങനെ വിങ്ങിപ്പൊട്ടി ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടുന്ന ഡാം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കുടുംബം. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അത് വീട്ടിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കാര്യം എന്നാണെന്നറിയാമോ? മറ്റുള്ളവർ കൊണ്ടോന്ന് നമ്മളൊന്ന് നോക്കും, ഇല്ലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാവർക്കും എത്തിയോന്നൊരു നോട്ടമുണ്ട്. ഇത്തിരിയേ ഉള്ളൂ, എല്ലാവർക്കും എത്തിയോന്ന് ഒന്ന് നോക്കിയിട്ട് എല്ലാവരും കഴിക്കണേ. ഈ ലാസ്റ്റത്തെ തവി ചോറെടുക്കുമ്പോഴത്തേക്കും ഈ കലത്തിൻ്റെ അടിയിൽ 2 ചിരണ്ട് അമ്മ. അപ്പോൾ അപ്പനറിയാം സംഗതി കഴിഞ്ഞു, അമ്മയ്ക്കിനി ഇല്ല. നമ്മളൊക്കെ പെരുവയറന്മാരാ, ചെറുപ്പമല്ലാതെ പെരുവയറന്മാർ. അമ്മ ഇത്തിരി കഞ്ഞിയും കൂടെ എന്ന് പറഞ്ഞിട്ട് മേടിക്കും. അപ്പം അമ്മ ലാസ്റ്റത്തെ കഞ്ഞിവെള്ളം എല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു തരും. അപ്പനറിയാം തീർന്നു. അപ്പൻ എന്ത് ചെയ്യും? ഈ വെച്ചേക്കുന്നതിൽ പാതി അവിടെ വെക്കും. അത് അമ്മയ്ക്കുള്ളതാ. അതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകണേ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന്. എന്തൊരു പരിഗണനയല്ലേ! ഇപ്പം എല്ലാം ആർഭാടമായിട്ടുള്ളത് കൊണ്ട് ഈ സ്നേഹവും ഈ പരിഗണനയും ഒക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ കുടുംബത്തിൻ്റെ അടിത്തറ, ഒരു കുടുംബത്തെ സ്വർഗമാക്കാനുള്ള 4 കാര്യങ്ങൾ പറഞ്ഞേ. 1, അടിത്തറ വിശ്വാസവും വിശ്വസ്തതയും. ചുവരുകൾ സ്നേഹമാണ്, മേൽക്കൂര നീതിയാണ്, വാതിലും ജനലും ദൈവസാന്നിധ്യവും പ്രാർത്ഥനയാണ്. മറന്നു പോവോ? മറക്കരുത്. ഇതാണ് ഒരു കുടുംബത്തെ കുടുംബമാക്കി നിർത്തണേ. നമുക്ക് തമ്പുരാനോട് ഞാൻ ഇത്തിരി സമയം കൂടുതലെടുത്തു. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട്